ചരിത്ര നിമിഷത്തിലേക്ക് ഇനി മിനിറ്റുകൾ മാത്രം. ശുഭാംശു ശുക്ല അടക്കമുള്ള ബഹിരാകാശ യാത്രികരുമായുള്ള പേടകത്തിന്റെ ബഹിരാകാശ നിലയവുമായുള്ള ഡോക്കിംഗ് ഉടൻ. ഗോകുൽ രവിയാണ് ന്യൂസ് ഡെസ്കിൽ വിശദാംശങ്ങളുമായി ചേർന്ന്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ ഏറെ പ്രസക്തിയുള്ള ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞെടുക്കാനുള്ള ഒരു പദ്ധതി കൂടി. അങ്ങനെ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഡോക്കിങ്ങിനുള്ളത്. ശരി, കൃത്യമായി പറഞ്ഞാൽ 3/4 മണിക്കൂറിനകം തന്നെ പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്കിംഗ് നടത്തും. പിന്നീട് 14 ദിവസം പേടകരും ശുഭാംശു ശുക്ലയടക്കമുള്ളവരും അവിടെ കാര്യങ്ങൾ പഠിക്കും, അവിടെ ചെലവഴിക്കും. ഏകദേശം ഒരു ദിവസം തന്നെ 16ലേറെ തവണ അവർ ഭൂമിയെ ഓർബിറ്റ് ചെയ്യും നടക്കുമ്പോഴാണ് വിവരങ്ങൾ. നമ്മൾ ഗഗൻയാൻ പദ്ധതിയുമായി അടക്കം ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ആക്സിയം പേടകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാനുമുണ്ട്. ഗോകുൽ രവി വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നു. ഗോകുൽ, ഏകദേശം ഇനി 3/4 മണിക്കൂർ മാത്രമാണ് ഡോക്കിങ്ങിനുള്ളത്. ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കാൽ വയ്ക്കാൻ ഉള്ള മണിക്കൂറുകൾ മാത്രം. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? വലിയ ആയാസകരമല്ലാത്ത രീതിയിൽ തന്നെ ഡോക്കിംഗ് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? സുഹേൽ, തീർച്ചയായും നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് നേരത്തെ ഈ ഡോക്കിംഗ് പ്രോസസ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്ന ആക്സിയം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ആക്സിയം 4ന്റെ മിഷന്റെ ഭാഗമായിട്ടുള്ള ഡ്രാഗൺ പേടകം, അതിൽ 4 അംഗ ആസ്ട്രോനട്സ് അടങ്ങുന്ന ഡ്രാഗൺ പേടകം ഉടൻ തന്നെ ഈ ബഹിരാകാശ നിലയവുമായി, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഘടിപ്പിക്കും. അതാണ് ഈ ഡോക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഹാർമണി മൊഡ്യൂളിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഈ 4 അംഗ സംഘം, ഈ പരിവേഷകർ അകത്തേക്ക് കിടക്കും, ബഹിരാകാശ നിലയത്തിലേക്ക് കിടക്കും. ഇനി വരുന്ന 12 ദിവസം, ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്, 14 ദിവസമാണ് ഈ മിഷനായി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരിക്കും ഈ പരിവേഷണങ്ങൾ നടക്കുക. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ദൃശ്യമാണ്, തത്സമയ ദൃശ്യങ്ങളാണ്. അത് ഇടതുവശത്ത്, സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അവിടെ പല മൊഡ്യൂളുകളുണ്ട്. മുമ്പ് പോയ പല യാത്രികരും അവിടെ ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശത്ത് 14 മനുഷ്യരുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോയിരിക്കുന്ന നമ്മുടെ ആക്സിയം 4ലെ മിഷനിലെ 4 പേരും കൂടെ ചേരുമ്പോൾ 14 പേരുടെ സംഘമാണ് അവിടെ ബഹിരാകാശത്തുള്ളത്. ഉടൻ തന്നെ ഏതാണ്ട് 430 കിലോമീറ്റർ അകലെയാണ് ഈ ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് തുടർന്ന് അവരുടെ ഒരു എൻട്രി പ്രോസസ് ഉണ്ട്. അവിടെയുള്ള ബഹിരാകാശ പരിവേഷകർ, ഇപ്പോൾ നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ള പരിവേഷകർ ഈ സംഘത്തെ, 4 അംഗ സംഘത്തെ and a great view just off the bottom portion there. That is the Dragon Endurance spacecraft that it'll be just alongside of. So Dragon has reached waypoint 0, and on initial comms earlier that the teams on the ground, once reaching waypoint 1, have been allowed to bypass that waypoint and now move on to waypoint 2, which will be in about 9 minutes from now, and targeting docking in about 14.5 minutes from there. Go-no-go polls for docking in about 7 minutes as the teams on the ground continuing to monitor Dragon's progress. And once they arrive to waypoint 2, there will be a pause, make sure everything is lined up just perfectly before that final approach and docking. സുഹേൽ, തീർച്ചയായും ഈ ബഹിരാകാശ നിലയത്തോട് ഏറ്റവും അടുക്കുന്നു ഈ പേടകമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള ദൂരം വളരെ നിർണായകമാണ്. ആ സമയത്ത് കൂടുതൽ പരിശോധനകൾ, ഏറ്റവും അവസാനത്തെ ചില പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട്. ഈ ബഹിരാകാശ നിലയത്തിൽ നിന്നുകൂടി ഈ പേടകത്തിന്റെ അപ്രോച്ചിങ്ങിനെ നിരീക്ഷിക്കുന്നുണ്ട്. ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ തന്നെയുള്ള സ്പേസ് എക്സിന്റെ ക്രൂ സംഘം തന്നെയാണ് ഇവരെയും സ്വീകരിക്കുക. അതിനുശേഷം ഈ 2 അംഗ സംഘം, ക്രൂ സംഘം ഇവരെ ഉള്ളിലേക്ക് സ്വീകരിക്കും. ഇപ്പോൾ ഈ മിഷനിൽ പോകുന്ന ആളുകൾ, അതിൽ 676 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച പെഗി വിറ്റ്സൺ ഈ ക്രൂവിന്റെ കമാൻഡർ, മിഷൻ കമാൻഡർ. പെഗി വിറ്റ്സന്റെ നേതൃത്വത്തിൽ ശുഭാംശു ശുക്ല, ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല, ഈ ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഇതൊരു സാങ്കേതികമായ ഒരു നടപടിയാണെങ്കിൽ പോലും ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇത്, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ട് ഇത് ഇത്ര നിർണായകമാകുന്നു എന്ന് ചോദിച്ചാൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ, ഭാരതീയൻ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ചരിത്ര പ്രവേശമാണ് ശുഭാംശു ശുക്ല നടത്താൻ പോകുന്നത്. ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നതും. ശുഭാംശു പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ചുമലിലുള്ള ഈ ത്രിവർണ്ണ പതാക അത്
കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെയാണ്. ഒരുപാട് പേരുടെ ചിറകിലേറിയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും യാത്രയെന്ന് തുടക്കത്തിലെ തന്നെ പറഞ്ഞിരുന്നു. ഭാര്യ കമ്നിക്ക് അടക്കം നന്ദി പറഞ്ഞുകൊണ്ട്, ഡോക്ടർ കമ്നിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നത് ഏറെ വൈറലായതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് പേരുടെ ചിറകിലേറിയാണ് ഈ കുതിപ്പെന്ന്. തീർച്ചയായും ഓരോ ഭാരതീയൻ്റെയും സ്വപ്നമാണ്. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നതെങ്കിലും ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് കാൽ വെക്കാൻ പോകുന്നത്, പ്രവേശിക്കാൻ പോകുന്നത്. ആ നിമിഷത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ശുഭാംശു ശുക്ല അടക്കമുള്ള ബഹിരാകാശ യാത്രികരുമായുള്ള പേടകത്തിന്റെ ബഹിരാകാശ നിലയമായുള്ള ഡോക്കിംഗ്, അതായത് അവരവിടെ ഇറങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഗോകുൽ രവി ചേരുന്നു. ഗോകുൽ, ഏകദേശം 4:00 പറഞ്ഞ ഡോക്കിംഗ് ആണത്. അരമണിക്കൂറോളം നേരത്തെ, ഏകദേശം 4 മണിയോടെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു, ഡോക്കിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് യാത്രയെല്ലാം സുഗമമായി, ഇനി അങ്ങോട്ടും കാര്യങ്ങൾ സുഗമമായിരിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും സുഖേലി, സാഹചര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരപാത ഈ ആക്സിയം 4 മിഷന്റെ ഭാഗമായുള്ള ക്രൂ ഡ്രാഗണിന്റെ ട്രജക്ടറി വളരെ നിശ്ചയിച്ചതുപോലെ അല്ലെങ്കിൽ ഏറ്റവും അനുഗുണമായ രീതിയിലാണ് അതിൻ്റെ മൂവ്മെന്റ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഏതാണ്ട് 26,482 കിലോമീറ്റർ വേഗതയിലാണ് ഈ ക്രൂ ഡ്രാഗൺ, അതായത് നമ്മുടെ ഗ്രേസ് എന്ന ഓമന പേരിൽ ഈ സംഘം വിളിക്കുന്ന ഈ ക്രൂ ഡ്രാഗൺ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 423 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയിൽ നിന്നുള്ള അകലം. ഇത്ര അകലത്തിലാണ് ഈ ക്രൂ ഡ്രാഗൺ ഉള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മൊഡ്യൂൾ അവിടേക്ക് അടുക്കുകയാണ്. അവിടുത്തെ ഹാർമണി മൊഡ്യൂളുകളാണ്, പല മൊഡ്യൂളുകളുണ്ട്. അതിൽ ഹാർമണി മൊഡ്യൂളിലേക്കാണ് ഈ ക്രൂ ഡ്രാഗൺ ആക്സിയം 4-ലെ AX4-ലെ സംഘം അറ്റാച്ച് ചെയ്യപ്പെടുക. അതിനുശേഷം നിലവിൽ മുമ്പ് പല ദൗത്യങ്ങളെ ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ ബഹിരാകാശത്ത് ഈ പോയ 4 അംഗ സംഘം കൂടി ചേർത്താൽ, ശുഭാംശുവിൻ്റെ ഒപ്പമുള്ള 3 പേർ, ഇങ്ങനെ 4 അംഗ സംഘത്തെ കൂടി ചേർത്താൽ മൊത്തം 14 പേരുണ്ട്. അതായത് ബഹിരാകാശത്ത് 14 മനുഷ്യരുണ്ട്. അവർ പല മിഷനുകളിലായി പല സമയങ്ങളിലായി എത്തിയവരാണ്. ദീർഘകാല മിഷനുകളുണ്ട്. ഈ മിഷന്റെ ദൈർഘ്യം ഏതാണ്ട് 14 ദിവസം മാത്രമാണ്. അതല്ല, മാസങ്ങൾ നീളുന്ന മിഷനുകളുടെ ഭാഗമായി ബഹിരാകാശ നിലയത്തിൽ ഉള്ളവരുണ്ട്. അതിൽ ആനി മക്ലെയിനും ഒപ്പം നിക്കോൾ അയേഴ്സും ചേർന്നായിരിക്കും. അമേരിക്കയുടെ പര്യവേഷകരാണ്. കഴിഞ്ഞ സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യത്തിലൊപ്പം ഇപ്പോൾ അവിടെ ചെന്ന് അവിടെ തുടരുന്ന കഴിഞ്ഞ മാർച്ച് 14 ലോഞ്ച് ചെയ്ത ക്രൂ 10 ദൗത്യത്തിൽ പോയ ആനി മക്ലെയിനും ഒപ്പം നിക്കോൾ അയേഴ്സും ചേർന്നായിരിക്കും ഈ ഡോക്കിങ്ങിൽ ഈ നമ്മുടെ ആക്സിയം 4-ലെ സംഘത്തെ സഹായിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യുക. സ്വാഭാവികമായും അത് ഈ നമ്മളുടെ ഈ ദൃശ്യങ്ങളിൽ ഈ ക്രൂ ഡ്രാഗൺ അങ്ങോട്ടേക്ക് അടുത്ത് ചെല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ഏറ്റവും അതിന് കൃത്യമായി ഇതിൻ്റെ ഒരു 2 ഭാഗങ്ങളും, അതായത് ആക്സിയം 4-ന്റെ ഈ ഡ്രാഗൺ പേടകവും സഞ്ചരിക്കുകയാണ്, ഒപ്പം ബഹിരാകാശത്ത് ഈ സ്പേസ് സ്റ്റേഷനും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടിൻ്റെയും വേഗത ഒരേപോലെ ആകേണ്ടതുണ്ട്. ഈ അറ്റാച്ച് ചെയ്യപ്പെടുന്ന മൊഡ്യൂളുമായി കൃത്യമായി പൊസിഷൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ 200 മീറ്റർ എന്നൊക്കെ പറയുന്നത് അതിനിർണായകമാണ്. ആ സമയത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. മുമ്പ് തന്നെ ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് പ്രോസസ്സൊക്കെ നമ്മൾ കഴിഞ്ഞ കാലയളവിൽ പല ഘട്ടങ്ങളിലായി കണ്ടതുകൊണ്ട് ഒരുപക്ഷെ പ്രേക്ഷകർക്കൊക്കെയും ഇത് പരിചിതമാണ്. ഏതായാലും ഈ ഡോക്കിങ്ങിൻ്റെ ഏറ്റവും ആകാംക്ഷ, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് എന്തുകൊണ്ട് എന്നത്, അത് ശുഭാംശു ശുക്ല എന്ന മനുഷ്യൻ, ഇന്ത്യക്കാരൻ, ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് കാൽവെക്കാൻ പോകുന്നു. ഇന്ത്യയുടെ ദീർഘകാല പദ്ധതികളിലുണ്ട് ബഹിരാകാശത്ത് ഒരു നിലയം, ഇന്ത്യയുടെ സ്വന്തം ഒരു നിലയം എന്നത് 2035 ഇന്ത്യ വിഭാവനം ചെയ്യുന്നതാണ്. സ്വാഭാവികമായും ഇനിയുള്ള ഭാവി പര്യവേഷണങ്ങൾക്ക് ഇന്ത്യക്ക് സഹായിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ കണ്ടെത്തലുകളാണ് നമ്മൾ ശുഭാംശുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വരാനിരിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ ദൗത്യം, ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണം, ഇതിനായി അനുഭവ സമ്പത്ത് നേടുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ശുഭാംശു ശുക്ലയുടെ ഈ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര രാജ്യത്തിന്റെ മുന്നോട്ടുള്ള വേഗത്തിന് മുന്നോട്ടുള്ള ബഹിരാകാശ പര്യവേഷണങ്ങൾക്കൊക്കെ വല്ലാത്ത മുതൽക്കൂട്ടാകും, ഊർജ്ജമാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഗോകുൽ? തീർച്ചയായും സുഹേല്, കാരണം ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗഗൻയാൻ സംഘത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ശുഭാംശു ശുക്ല. ഈ ദൗത്യത്തിൽ ഈ സ്പേസ് എക്സിന്റെ നാസയോട് സഹകരിച്ച ISR ഒപ്പം ചേർന്ന ഈ ആക്സിയം 4 ദൗത്യത്തിൽ തന്നെ ഇതിന്റെ പൈലറ്റായിരുന്നു നമ്മുടെ ശുഭാംശു ശുക്ല.
ഈ പരിചയം അനുഭവ സമ്പത്ത് അദ്ദേഹം മുമ്പ് ഇന്ന് പകൽ നമ്മൾക്ക് ലഭിച്ച ചില വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ ഈ വാക്വം സ്പേസിലേക്ക് വന്നപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ അത് എനിക്ക് ഏറെ പുതുതായിരുന്നു. കാരണം പെഗി വിറ്റ്സൺ മാത്രമാണ് ഈ സംഘത്തിൽ മുൻപ് ഈ ബഹിരാകാശത്ത് പരിചയമുള്ള ആൾ. അവരതാണ്ട് 600 ദിവസത്തിലധികം ഈ ബഹിരാകാശത്ത് ചെലവഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഈ ദിവസങ്ങളോട് കൂട്ടിയാൽ 620 ദിവസത്തിലധികം ഇപ്പോൾ പെഗി വിറ്റ്സൺ ബഹിരാകാശത്ത് ചെലവഴിച്ചു. അത്ര പരിചയസമ്പന്നയായ പെഗി വിറ്റ്സനാണ് ഈ മിഷന്റെ കമാൻഡർ. അതിനപ്പുറത്തേക്ക് ബാക്കി 3 പേരും എന്താ പറയുക തുടക്കക്കാരാണ്, അല്ലെങ്കിൽ ആദ്യമായാണ് ബഹിരാകാശത്തേക്ക് എത്തുന്നത്. അതിൽ തന്നെ ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാവാനുള്ള ഒരുക്കത്തിലാണ്. ആ ചരിത്ര നിമിഷത്തിലേക്കാണ്, ചരിത്ര പ്രവേശം എന്ന് പറയാം, ആ ചരിത്ര പ്രവേശത്തിനാണ് ഈ ഡോക്കിംഗ് പ്രോസസ്സോടുകൂടി സാധ്യമാകുന്നത്. ഈ ഡോക്കിങ്ങിൻ്റെയും ഈ ചുമതല കൂടി ശുഭാംശുവിനുണ്ട്. കാരണം നമ്മൾ ഇന്നലെ വിക്ഷേപണത്തിൻ്റെ സമയത്തും അതിനുശേഷം ഇപ്പോൾ ഈ ഡോക്കിംഗ് പ്രോസസ്സിലും പെഗി വിറ്റ്സണൊപ്പം തന്നെ ചുമതലയുള്ള ആളാണ് ശുഭാംശു ശുക്ല. അതുകൊണ്ട് തന്നെ ശുഭാംശു ഈ യാത്രയിൽ ആർജിക്കുന്ന അറിവും പരിചയവും അനുഭവ സമ്പത്തും വരുന്ന നമ്മുടെ ഭാവി ഗഗൻയാൻ ഉൾപ്പെടെയുള്ള മിഷനുകളിൽ നമുക്ക് ഏറെ നിർണായകമായിരിക്കും. ഗഗൻയാൻ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട 4-അംഗ സംഘത്തിൽ ഒരാൾ കൂടിയാണ് നമ്മുടെ ഈ ശുഭാംശു ശുക്ല. അതുകൊണ്ട് തന്നെ ഈ പരിചയം ഇത്ര കോടികൾ മുടക്കി ഇന്ത്യ ഈ യാത്രയുടെ ഭാഗമാക്കുന്നത്, ശുഭാംശുവിനെ ഈ യാത്രയുടെ ഭാഗമാക്കിയത് തന്നെ നമുക്ക് ഭാവി പരിവേഷണങ്ങൾക്ക് അനുഗുണമാകുന്ന വിവരങ്ങൾ ലഭിക്കുവാനാണ്. ഇനിയുള്ള ദിവസങ്ങൾ, അതായത് 60 പരീക്ഷണങ്ങളാണ് ഈ ബഹിരാകാശ നിലയത്തിൽ ഈ സംഘം നടത്തുക. നമ്മളത് ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതാണ്. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 7 പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ISRO. ആ 7 പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശമാണ് ശുഭാംശുവിന് നൽകിയിരിക്കുന്നത്. ശുഭാംശുവും സംഘവും ഈ ബഹിരാകാശ നിലയത്തിലെ ലബോറട്ടറിയിൽ ആ പരീക്ഷണങ്ങളൊക്കെ നിർവഹിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ആനി മക്ലെയിൻ അടക്കമുള്ള സംഘം നിലവിൽ അവിടെ ഉണ്ട്. നാസയുടെ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ 10 പേടകത്തിൽ പോയ, ക്രൂ 10 പേടകത്തിൽ പോയ ആനി മക്ലെയിനും അവിടെ ഉണ്ട്. അവർ ഈ ലബോറട്ടറി സൗകര്യങ്ങളും ഒക്കെ വിലയിരുത്തി പരിശോധിച്ചു എന്നാണ് നമുക്ക് മുമ്പ് നാസയിൽ നിന്ന് ലഭിച്ച ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്. ഏതായാലും ഈ പുതിയ സംഘം കൂടി എത്തുമ്പോൾ ബഹിരാകാശ നിലയത്തിൽ 14 പേരാകുന്നു. ഇപ്പോൾ ബഹിരാകാശത്തുള്ളത് 14 പേരാണ്. ആ അവസാന 4 പേരായി എത്തിയ ഈ സംഘം കൂടി അങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശത്തിനാണ് നമ്മൾ കാട്ടുന്നത്. ഇതാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഹാർമണി മൊഡ്യൂൾ ആണ് ഈ കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഹാർമണി മൊഡ്യൂളിലേക്കാണ് ഈ ഡ്രാഗൺ പേടകം അറ്റാച്ച് ചെയ്യപ്പെടുക. അവിടെയാണ് അവർക്ക് വഴി തുറക്കുക, ബഹിരാകാശ നിലയത്തിലേക്കുള്ള വഴി തുറക്കുക. പല മൊഡ്യൂളുകളുണ്ട്. അതിൽ ചില മൊഡ്യൂളുകളിൽ ഇപ്പോൾ മുമ്പ് പോയ പേടകങ്ങൾ അവിടെ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പേടകം ഇപ്പോൾ ക്രൂ ഡ്രാഗൺ, ഈ ആക്സിയം 4 പേടകം ഈ ഹാർമണി മൊഡ്യൂളിലേക്കാണ് അടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. 423 കിലോമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഭൂമിയിൽ നിന്നുള്ളത്. ഒപ്പം 26,483 കിലോമീറ്റർ. നമ്മൾ ഈ കാഴ്ചയിൽ കാണുമ്പോൾ ചലിക്കുന്നില്ല എന്ന് തോന്നും. കാരണം ചലനം മനസ്സിലാവാത്തത് സ്പേസ് സ്റ്റേഷനും ഈ പേടകവും ഒരേ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മനസ്സിലാവാത്തത്. ഈ 2 നിലയവും, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും ഒപ്പം നമ്മുടെ ഈ ക്രൂ ഡ്രാഗൺ പേടകവും, ശുഭാംശു ഉൾപ്പെടുന്ന ക്രൂ ഡ്രാഗൺ പേടകവും ഏതാണ്ട് ഒരേ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കൃത്യമായി പൊസിഷൻ ചെയ്ത് മാത്രമാണ് ഈ ഡോക്കിംഗ് എന്ന പ്രോസസ്സിലേക്ക് കടക്കുക. എന്നാലും ഹാർമണി മൊഡ്യൂളിലേക്ക് അല്പസമയത്തിനകം തന്നെ ഡ്രാഗൺ ഈ പറയുന്നത് പോലെ ഡോക്കിംഗ് നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ വലിയ ചലനം കാണുന്നില്ലെങ്കിലും 26,484 km/h സ്പീഡിലാണ് നമ്മുടെ പേടകം മുന്നോട്ട് കുതിച്ചു പോകുന്നത്. എന്തായാലും ചരിത്ര നിമിഷത്തിലേക്ക് വെറും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ശുഭാംശു ശുക്ലയിലൂടെ ഇന്ത്യയുടെ യശസ്സുയരും. അതിനപ്പുറത്തേക്ക് ഭാവി ബഹിരാകാശ പദ്ധതികൾക്ക് ഊർജം, അതിനുതകുന്ന 7 പരീക്ഷണങ്ങൾ കൂടിയാണ് ISRO ശുഭാംശു ശുക്ലയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മിനിറ്റുകൾ മാത്രം. ഏറ്റവും നിർണായകമാവുക ഈ പറയുന്ന മൊഡ്യൂളുകളിൽ കൃത്യമായി ഡോക്കിംഗ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ശുഭാംശു ശുക്ലയ്ക്കുണ്ട്. ഗോകുൽ, ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ മിനിറ്റുകൾ മാത്രമാണ്. 26,485 km/h സ്പീഡിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കൃത്യമായി ഹാർമണി മൊഡ്യൂളിൽ അല്പസമയത്തിനകം ഡോക്കിംഗ് ഉണ്ടാകും എന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മറ്റ് പ്രതിസന്ധികളൊന്നും ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെയല്ലേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും സുഹേൽ, പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ, ഏതാണ്ട് 4:30 ഇന്ത്യൻ സമയം, ഏതാണ്ട് 4:30 കൂടി ഈ ഡോക്കിംഗ് നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിനേക്കാൾ മുൻപ് ഇത് സാധ്യമാകുന്നു എന്നത്, ഇത് എപ്പോൾ സാധ്യമാകുന്നു? ഈ മിഷനുമായി ബന്ധപ്പെട്ട് തന്നെ മുമ്പ് ISROയുടെ ചെയർമാൻ വി നാരായൺ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോക്ടർ വി നാരായൺ പറഞ്ഞത് ഇത് വൈകുന്നു അല്ലെങ്കിൽ നേരത്തെ ആവുന്നു, ഇതൊന്നുമല്ല പ്രശ്നം. ഏറ്റവും സുരക്ഷിതമായി ഇതിൻ്റെ വിക്ഷേപണം നടക്കുക, ഡോക്കിംഗ് നടക്കുക, അവർ തിരിച്ചെത്തുക എന്നതൊക്കെയാണ്.
ഏതായാലും ഈ ഘട്ടം വളരെ നേരത്തെ അല്ലെങ്കിൽ മിനിറ്റുകൾ നേരത്തെ ഇത് പൂർത്തിയാക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരവും ആശാവഹവുമായ കാര്യമാണ്. ഇതാ നമ്മുടെ ആക്സിയം പേടകം അങ്ങോട്ടേക്ക് അടുക്കുന്നു. ക്രൂ ഡ്രാഗൺ 4 അംഗ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് അടുത്ത കൃത്യമായി അത് ഹാർമണി മൊഡ്യൂളുമായി പൊസിഷൻ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഭൂമിയിൽ നിന്ന് ഇന്നലെ ഫ്ലോറിഡ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ഫാൽക്കൺ 9 റോക്കറ്റ് തൊടുത്തുവിട്ട ആ പേടകം, ക്രൂ 9 പേടകം ഇന്ന് ലോവർ എർത്ത് ഓർബിറ്റിൽ അവർ കറങ്ങി സഞ്ചരിച്ച് അങ്ങനെ സ്പേസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി. സ്പേസ് സ്റ്റേഷൻ ഏറ്റവും അടുത്തു വന്നു. ഇനി അവർക്ക് ചെന്നു ചേരേണ്ട ഹാർമണി മൊഡ്യൂളുമായി ഇതാ ആ ചരിത്ര നിമിഷത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്രൂ ഡ്രാഗൺ പേടകം സ്പേസ് സ്റ്റേഷനോട് ഏറ്റവും അടുത്തടുത്ത് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. താഴ്ഭാഗത്ത് കാണുന്നത് സ്പേസ് സ്റ്റേഷനാണ്. ക്രൂ ഡ്രാഗൺ പേടകം ഇതാ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം തന്നെ സ്പേസ് സ്റ്റേഷനുമായി ഡോക്ക് ചെയ്യപ്പെടും. അതിന്റെ പൊസിഷൻ കൃത്യമാക്കി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ 26,489 km/h സ്പീഡിൽ ഈ പറയുന്ന ഹാർമണി മൊഡ്യൂളിലേക്കുള്ള ഡോക്കിംഗ് തുടരുന്നു. ഗോകുൽ, തുടരാം. തീർച്ചയായും നിർണായകമായ നിമിഷങ്ങളാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ശുഭാംശു ആ സീറ്റിൽ നിന്ന് ഇറങ്ങി ആ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുന്നതാണ്. ഇത് ചരിത്രമാണ്. ഇന്ത്യക്കാരൻ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. 4 പതിറ്റാണ്ടിന് ശേഷം രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ശുഭാംശു ശുക്ലയിലൂടെ വീണ്ടും ഒരു ബഹിരാകാശ യാത്രികരുണ്ടായെങ്കിൽ ഇതാദ്യമായി ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ISSലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നു. ആ ഡോക്കിംഗ് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഏറ്റവും അടുത്തായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഹാർമണി മൊഡ്യൂളിലേക്ക് ഏറ്റവും അടുത്ത് ഏറ്റവും ചേർന്ന് നിൽക്കുകയാണ് ആക്സിയം ഫോർമേഷനിലെ ക്രൂ ഡ്രാഗൺ. ഗ്രേസ് എന്ന ഓമന പേരിൽ ഈ സംഘം വിളിക്കുന്ന അവരുടെ സ്വന്തം ഗ്രേസ്, അവർ ഈ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം ചെലവഴിച്ച ഗ്രേസ് എന്ന പേടകം അവരെ സുരക്ഷിതമായി ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അടുത്ത് എത്തിച്ചിരിക്കുന്നു. അവിടേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡോക്കിംഗ് പ്രോസസ്സിന്റെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. നിർണായകമായ ചരിത്ര നിമിഷത്തിനാണ് ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഇന്ത്യയുടെ വലിയ പ്രതീക്ഷ നൽകുന്ന, ഇന്ത്യക്ക് ഭാവി ദൗത്യങ്ങളിൽ നിർണായകമാകുന്ന വിവരങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമാണിത്. ഏറ്റവും സുപ്രധാനമായ നിമിഷം ആക്സിയം 4 മിഷൻ അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഘടിപ്പിക്കപ്പെടുകയാണ്. ശുഭാംശു ശുക്ല, മിഷൻ കമാൻഡർ പെഗി വിറ്റ്സൺ, സ്ലാവോസ് ഉസ്നാൻസ്കി, ടിബോർ കബു അങ്ങനെ 4 അംഗ സംഘം. ഇതിൽ പെഗി വിറ്റ്സൺ, മിഷൻ കമാൻഡറായ പെഗി വിറ്റ്സൺ മണിക്കൂറുകൾ മുമ്പ് ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച ആളാണ്. ഇതാ അങ്ങനെ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വിവരം കൂടി നാസയുടെ ഭാഗത്തുനിന്ന്, സ്പേസ് എക്സിന്റെ ഭാഗത്തുനിന്ന്, ആക്സിയത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഒപ്പം ISROയ്ക്ക് അഭിമാന നിമിഷമാണ്. ഇന്ത്യയിൽ നിന്ന് ഇനി ഇന്ത്യയുടെ ഭാവി ദൗത്യങ്ങളിൽ നിർണായകമാകുന്ന ഒരുപാട് പഠനങ്ങൾ, പ്രത്യേകിച്ച് മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിലെ പഠനങ്ങളാണ് ഇനി വരുംകാല ദൗത്യങ്ങളിൽ എങ്ങനെയായിരിക്കണം തയ്യാറെടുപ്പുകൾ. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുമ്പോൾ ബഹിരാകാശ ടൂറിസം അടക്കം സാധ്യതകളായി മാറുന്ന കാലത്ത് അവിടുത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെ പൊരുത്തപ്പെടാം, പേശീനാശം, കോശനാശം അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെ അതിനെ മറികടക്കാമെന്നുള്ള നിർണായകമായ പഠനങ്ങൾക്കാണ് ഈ ദൗത്യസംഘം ഇനിയുള്ള ദിവസങ്ങൾ ചെലവഴിക്കുക. വരുന്ന 12 ദിവസം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ തുടർന്നുള്ള 12 ദിവസം അവർ അവിടെ പര്യവേഷണങ്ങളിൽ അവിടുത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിലുള്ള ലാബിൽ അവരുടെ പരീക്ഷണങ്ങൾ നിർവഹിക്കും. ഇപ്പോൾ തന്നെ അവിടെ 10 പേരായിരുന്നു ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്ന. ചൈനയിൽ നിന്നും അമേരിക്കയുടെയും ഒക്കെ ദൗത്യങ്ങളുടെ ഭാഗമായി, റഷ്യയുടെ ദൗത്യത്തിന്റെ ഭാഗമായൊക്കെയുള്ള 3 പേടകങ്ങൾ നിലവിൽ അവിടെ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് 4ാമതൊരു പേടകം കൂടി അവിടെ അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ആക്സിയം ദൗത്യം കൂടി ഇതാ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ഇനി ആ ചരിത്ര നിമിഷമാണ്. ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ പറന്നു കയറുന്ന ആ ചരിത്ര പ്രവേശത്തിനാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ആക്സിയം 4 ദൗത്യവാഹകരെയും കൊണ്ടുള്ള ഡ്രാഗൺ പേടകം അത് ഡോക്കിംഗ് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിന്റെ അടുത്ത പ്രക്രിയകൾ നടക്കാനിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചത് അഭിമാന നിമിഷമാണ്.
41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത്. ഇതാദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യക്കാരനായി ശുഭാൻശു ശുക്ല എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നേട്ടം ഇന്ത്യ കൈവരിക്കുകയാണ്. ഇന്ത്യക്ക് ഇത് അഭിമാന നിമിഷമാണ്. 14 ദിവസം ബഹിരാകാശ നിലയത്തിൽ ഇവർ തങ്ങും. 60 പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തും. അതിൽ കേരളത്തിലും അഭിമാനിക്കാൻ വകയുണ്ട്. കേരള കാർഷിക സർവകലാശാല, വെള്ളായണി സർവകലാശാലയുടെ വിത്തുകൾ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ അവിടെ നടത്തുന്ന പരീക്ഷണങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രമേഹവുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണമുണ്ട്. അങ്ങനെ കേരളത്തിൽ അഭിമാനിക്കാവുന്ന ഒട്ടേറെ പ്രധാനപ്പെട്ട നിർണായകമായ ചില വിവരങ്ങളൊക്കെ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ടുപിടിക്കാൻ കഴിയും, പുറം ലോകം അറിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും പ്രധാനമായൊരു ചുവടുവയ്പ് കൂടിയാണ് ആക്സിയം 4 ദൗത്യം എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. ഗോകുൽ രവി തുടരുന്നുണ്ട്. ഗോകുൽ, ഇത് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഇത് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്, വാതിലുകൾ തുറന്ന് പുറത്തേക്ക്, അതിന് എത്ര സമയമെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്? ആരോഗ്യ പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു യാത്രികരുടെ. അനിയ, തീർച്ചയായും ഇനി ഈ സംഘത്തിനെ സഹായിക്കുവാൻ വേണ്ടി അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ ലാനി മക്ലെയിനും ഒപ്പം നിക്കോൾ ഐഎസുമായിരിക്കും ഈ 4 സംഘത്തിനെ ആക്സിയം 4 ദൗത്യത്തിലുള്ള പര്യവേഷകരെ, നമ്മുടെ ബഹിരാകാശ യാത്രികരെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക. ഈ സംഘം സ്പേസ് എക്സ് ക്രൂ 10ന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് 14 ബഹിരാകാശത്ത് പോയ സംഘമാണ്. അവർ തുടരുകയാണ് അവിടെ. അവരും ഈ ഹാർമണി മൊഡ്യൂളിന്റെ ഭാഗത്തേക്ക് എത്തും. അവർ ഇവർക്കുള്ള പ്രവേശനം ഒരുക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിന്റെ നാസ അറിയിച്ചിരിക്കുന്നത് ഈ പുതിയ സംഘത്തെ, ആക്സിയം 4 സംഘത്തെ, നിലവിൽ അവിടെയുള്ള സ്പേസ് എക്സിന്റെ ക്രൂ 10ലെ ടീം അംഗങ്ങൾ ആൻ മക്ലെയിനും ഒപ്പം നിക്കോൾ ഐഎസും ചേർന്ന് സ്വീകരിക്കുമെന്നതാണ്. ഈ 4 സംഘം ഉള്ളിലേക്ക് പ്രവേശിക്കും എന്ന് ശുഭാംശു ശുക്ലയുടെ ഏറ്റവും ഒടുവിൽ വന്ന മെസ്സേജിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീഡിയോ ശുഭാംശുവിന്റെ മാതാപിതാക്കൾ ആ ദൃശ്യങ്ങൾ തത്സമയം കാണുകയാണ്. ഇന്നലെ വിക്ഷേപണ സമയത്തും നമ്മൾ കണ്ടതാണ്, ലിഫ്റ്റ് ഓഫ് സമയത്തൊക്കെ അവരുടെ സന്തോഷാശ്രുക്കൾ കണ്ടതാണ്. ഏതായാലും അഭിമാന നിമിഷമാണ്. ശുഭാംശു പറയുന്നുണ്ടായിരുന്നു തൻ്റെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യ കംന, ഡോക്ടർ കംന, ഇവരുടെയൊക്കെ സഹനവും ത്യാഗവും അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹായവുമാണ് ഈ ദൗത്യത്തിലൊക്കെ എത്താൻ, ഈ ഒരു നിർണായകമായ ചുവടുവയ്പ്പിലേക്ക് തനിക്ക് കടക്കാൻ സാധിച്ചത്. ഒരുപാട് പേരുടെ ചിറകിലേറിയാണ് ഞങ്ങളുടെ യാത്ര എന്ന് ശുഭാംശു ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഇന്ന് പറഞ്ഞത് ഇന്നലെ രാത്രി സുഖകരമായി ഉറങ്ങി, നന്നായി ഉറങ്ങി. പിന്നെ പിഴവുകൾ എല്ലാവർക്കും വരുന്നുണ്ട്. കാരണം ഈ യാത്രയിൽ നമുക്കറിയാം 3 പേരുള്ളവരും ആദ്യമായാണ് ബഹിരാകാശത്തേക്ക്. പെഗി വിറ്റ്സൺ മാത്രമാണ് മുമ്പ് ബഹിരാകാശ പരിചയമുള്ളത്. 600 ദിവസത്തിലകം പെഗി വിറ്റ്സൺ പല ഘട്ടങ്ങളിലായി ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട്. അതിൽ തുടക്കക്കാരെന്ന നിലയിൽ ഞങ്ങൾ വരുത്തുന്ന പിഴവുകൾ, പിന്നെ മറ്റുള്ളവർക്കും പിഴവുകൾ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, വലിയ സങ്കടമില്ല എന്നൊക്കെ വളരെ രസകരമായ സംഭാഷണങ്ങൾ ഇന്ന് ശുഭാംശു ശുക്ല നമ്മൾ കണ്ടതാണ്. നാസയുമായി ബന്ധപ്പെട്ട് ശുഭാംശുവിൻ്റെ ഭാഗത്തു നിന്ന് സന്ദേശങ്ങളൊക്കെ കേട്ടതാണ്. ഏതായാലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ഓരോ വീഴ്ചകളും പുതിയ പാഠങ്ങളാണ് എന്നതാണ് ശുഭാംശുവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. ഏതായാലും അവർ വളരെ സന്തോഷകരമായി ആ യാത്ര സ്പേസ് സ്റ്റേഷനിലേക്ക്, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഡോക്കിംഗ് പ്രോസസ്സും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കും. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ആ നിമിഷം, അത് ചരിത്ര നിമിഷമാണ്. ഒരു ഇന്ത്യക്കാരൻ, ഭാരതീയൻ ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ പറന്നു കയറുകയായിരിക്കും. അവിടുത്തെ സാഹചര്യങ്ങളിൽ അങ്ങനെയാണ്. ഏതായാലും ആ നിമിഷങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ചരിത്ര നിമിഷമാണ്. 4 പതിറ്റാണ്ടിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തി, അല്ലെങ്കിൽ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് കടന്നു എന്നതായിരുന്നു ഇന്നലത്തെ നമ്മുടെ സന്തോഷമെങ്കിൽ ഇന്ന് ഒരു പുതുചരിത്രം എഴുതുകയാണ്. ഒന്നാമനായി ബഹിരാകാശ നിലയത്തിൽ കടക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം, റെക്കോർഡ്, അത് ശുഭാംശു ശുക്ല, നമ്മുടെ വ്യോമസേന പൈലറ്റ് നേടുകയാണ്. ഇനി ഗഗൻയാൻ ദൗത്യത്തിൽ ഉറപ്പായും നിർണായകമായ ചുമതല വഹിക്കേണ്ടി വരിക ശുഭാംശുവിന് തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഒപ്പം ശുഭാംശു ശുക്ലയും. ഈ 4 പേരെയാണ് ഇന്ത്യ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നാളത്തെ പരീക്ഷണങ്ങൾക്കും ഒപ്പം തന്നെ പരിശോധനകൾക്കും ഒക്കെ ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 4 പേരിൽ ഒരാളായ ശുഭാംശു ശുക്ല, ഷക്സ് എന്ന് ഈ ടീം ഓമന പേരിൽ വിളിക്കുന്ന, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്ന ശുഭാംശുവിനെ അവർ വിളിക്കുന്ന ഷക്സ് എന്നാണ്. ഷക്സ് വളരെ സന്തോഷവാനാണ്. ഇന്നത്തെ പ്രതികരണങ്ങളെല്ലാം. അപ്പോൾ ഷക്സിൻ്റെ ഈ ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവേശം, ആ ചരിത്ര പ്രവേശനത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കയ്യടിയോടുകൂടി അവിടെ ഈ ദൃശ്യങ്ങൾ കാണുകയാണ് ശുഭാംശുവിൻ്റെ മാതാപിതാക്കൾ. ഇന്നലെ അവർ ലക്നൌവിലെ സ്കൂളിൽ ഈ തത്സമയ ദൃശ്യങ്ങൾ ഇന്നലെ കാണുന്നുണ്ടായിരുന്നു. ബന്ധുക്കൾ, സഹോദരി അടക്കമുള്ളവർ. ഇന്ന് മാതാപിതാക്കൾ ഈ ദൃശ്യങ്ങൾ, ആ ഡോക്കിംഗ് പ്രോസസ് കൺഫേം ചെയ്യുന്ന മൊമെന്റിൽ അത് അങ്ങേയറ്റം
സന്തോഷകരമാണ്. മകൻ ബഹിരാകാശത്തേക്ക് ഒന്നേറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഏതാണ്ട് 1 മാസത്തോളം ക്വാറന്റൈനിലായിരുന്നു അനുജ. കഴിഞ്ഞ മെയ് 25 മുതൽ ഇന്നലെ ജൂൺ 25 വരെയുള്ള ദിവസങ്ങൾ പലതവണ മാറ്റിവെച്ചു. 7 തവണ മാറ്റിവെച്ചു. 8ാം തവണയാണ് ഈ ദൗത്യത്തിന് ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ സാധിച്ചത്. ഇതിനിടയിൽ ഇത്ര കാലവും ഈ 4-അംഗ സംഘം അവർ ക്വാറന്റൈനിലായിരുന്നു. ഇന്നലെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ മണിക്കൂറുകൾ ഈ ഞങ്ങളുടെ ഗ്രേസ് എന്ന ഓമനപ്പേരിൽ ഇവരിപ്പോൾ വിളിക്കുന്ന ഈ പേടകത്തിനകത്ത് ഞങ്ങൾ ക്രൂ ഡ്രാഗണിനകത്ത് പ്രവേശിച്ച് മണിക്കൂറുകൾ ഒന്നും ചെയ്യാനില്ല. അവർ ഈ കൗണ്ട് ഡൗൺ സമയത്തൊക്കെ മണിക്കൂറുകൾ ആ പേടകത്തിനുള്ളിലായിരുന്നു. പിന്നീട് ലിഫ്റ്റ് ഓഫിൻ്റെ സമയം ഏറെ ഉദ്യോഗം നിറഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ വാക്കം സ്പേസിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള സാഹചര്യങ്ങൾ അന്തരീക്ഷം മാറുന്നതിനനുസരിച്ച് ഫ്രീ ഫ്ലോയിങ് ആയി മാറുന്ന ഘട്ടത്തിൽ ഗുരുത്വാകർഷണത്തിൽ നിന്ന് വിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോഗ്രാവിറ്റി മേഖലയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് വരുമ്പോഴുള്ള ഉദ്വേഗം, ആകാംക്ഷ, പിഴവുകൾ, തിരുത്തലുകൾ, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കൽ, അങ്ങനെ ഏറെ രസകരവും സങ്കീർണവുമായ ഒരു യാത്രയാണ് അവർ ഇപ്പോൾ സ്പേസ് സ്റ്റേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 28 മണിക്കൂർ എടുക്കും എന്ന് പ്രതീക്ഷിച്ച യാത്രയാണ്. അതിനു മുമ്പ് തന്നെ ഈ ഡോക്കിംഗ് പ്രതീക്ഷയിലും അല്പം നേരത്തെ തന്നെ ഡോക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഡോക്കിംഗ് നടന്നിട്ടുണ്ട്. ഇനി അവർ അകത്തേക്ക് പ്രവേശിക്കുന്ന സ്പേസ് സ്റ്റേഷനുള്ളിൽ നിന്നും ഒപ്പം തന്നെ ആക്സിയം ക്രൂ ഡ്രാഗണിനുള്ളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ സംഘം, ഈ 4-അംഗ സംഘം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. ഇനി 14 ദിവസമാണ് ഈ ദൗത്യത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 12 ദിവസത്തിന് ശേഷം ഈ ക്രൂ ഡ്രാഗൺ, ഈ പേടകം, ആക്സിയം 4 പേടകം അവർ അൺഡോക്ക് ചെയ്യുകയും ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയുമാണ് ചെയ്യുക. സ്പ്ലാഷ് ഡൗൺ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പാരച്യൂട്ടുകളിൽ 6 പാരച്യൂട്ടുകളാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ പാരച്യൂട്ടുകളിൽ കടലിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ സുരക്ഷിതമായി മടങ്ങിയെത്തുന്നതോടുകൂടിയായിരിക്കും ഈ ദൗത്യം പൂർത്തിയാകുക. ഇന്ത്യ മാത്രം അതാണ്ട് 650 കോടിയിലധികം രൂപയാണ് ശുഭാംശുവിൻ്റെ യാത്രയ്ക്കായി ചെലവഴിക്കുന്നത്. കാരണം ഇനി വരാനിരിക്കുന്ന ഇന്ത്യയുടെ ഭാവി പര്യവേഷണങ്ങളിൽ അത് ഗഗൻയാൻ, അതിനുശേഷം സ്വന്തമായ ഒരു സ്പേസ് സ്റ്റേഷൻ, പിന്നീട് ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന അടക്കമുള്ള വലിയ വലിയ ദൗത്യങ്ങൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. അപ്പോൾ മൈക്രോഗ്രാവിറ്റിയിൽ ശുഭാംശുവും സംഘവും നടത്തുന്ന പരീക്ഷണങ്ങൾ, അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇന്ത്യ ISRO നിർണയിച്ചിരിക്കുന്ന ആ 7 പരീക്ഷണങ്ങളായിരിക്കും ശുഭാംശു അവിടെ നിർവഹിക്കുക. ആ പരീക്ഷണങ്ങളാണ് മുമ്പ് അനുജ സൂചിപ്പിച്ചതുപോലെ വിത്തുകൾ, കേരളത്തിൽ നിന്നടക്കം കൊടുത്തുവിട്ടിരിക്കുന്ന വിത്തുകളുണ്ട്. അവയൊക്കെ മുളപ്പിക്കുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ ഈ വിത്തുകൾക്ക് എങ്ങനെ രൂപമാറ്റം അല്ലെങ്കിൽ അതിൻ്റെ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന ഒരു നിരീക്ഷണം കൂടിയാണ് നടത്താൻ പോകുന്നത്. ഏതായാലും ഉദ്വേഗത്തിന്റെ നിമിഷങ്ങളാണ്, സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്, ചരിത്ര നിമിഷത്തിലേക്ക്, ചരിത്ര പ്രവേശത്തിലേക്കുള്ള നിമിഷങ്ങളാണ് ഇനി മുന്നിൽ. അതെ, ആക്സിയം 4 ദൗത്യം അതിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അവർ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നടക്കാനിരിക്കുന്നത്. നമുക്കൊപ്പം വിദഗ്ധർ ഉണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി. പ്രേക്ഷകർക്ക് വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നതിനായി ശാസ്ത്രലേഖകരായ ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത്, ശ്രീ ദിലീപ് മലയാലപ്പുഴ എന്നിവരാണ് നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. ഞാൻ അതിഥികളിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടും ഇരിക്കും. ഡോക്ടർ എ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് 4:30 എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപ് തന്നെ ഡോക്കിംഗ് നടന്നിരിക്കുന്നു. അത് എന്തുകൊണ്ടാകാം? മറ്റൊന്ന്, ഇനിയിപ്പോൾ എപ്പോഴാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്, 1 മണിക്കൂർ സമയമൊക്കെ എടുക്കുമോ? അങ്ങനെയൊക്കെയാണ് കാണുന്നത്, വായിച്ചറിയുന്നത് അങ്ങനെയാണ്. കൂടാതെ അതിനു മുൻപായി എന്തൊക്കെയാണ് അവിടെ നടക്കാനിരിക്കുന്നത്? ആരോഗ്യ പരിശോധനകൾ ഉൾപ്പെടെ അവിടെ നടക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്. ഷക്സിൻ്റെ ദൗത്യത്തിൻ്റെ രണ്ടാമത്തെ സങ്കീർണമായ ഘട്ടം ഏകദേശം പൂർത്തിയായി വരികയാണ്. നമുക്കറിയാം, ഇന്നലത്തെ ലിഫ്റ്റ് ഓഫിന് ശേഷം ഏകദേശം 412 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ക്രൂ ഡ്രാഗൺ പേടകം. അപ്പോൾ അത് പതിയെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഭ്രമണപഥത്തിലെത്തി. പിന്നെ അതിൻ്റെ ട്രാജക്ടറി അതേ പ്രക്ഷേപ പഥത്തിൽ തന്നെ അത് സഞ്ചരിച്ച് അതിൻ്റെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ടുള്ള ദൂരം കുറച്ച് ഏകദേശം 4 കിലോമീറ്ററോളം അടുത്ത് എത്തി. 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ഒബ്ജക്ട്സും തമ്മിലുള്ള ദൂരം ഏകദേശം 4 കിലോമീറ്റർ. അതിനുശേഷം പതിയെ മുന്നോട്ട് നീങ്ങുകയും അതിന് റോക്കറ്റുകളുണ്ട്. ക്രൂ ഡ്രാഗണിൽ തന്നെ റോക്കറ്റുകളുണ്ട്. അത് പ്രവർത്തിപ്പിച്ചുകൊണ്ട്, ത്രസ്റ്റേഴ്സ് ഉണ്ട്, അത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനേക്കാൾ അല്പം കൂടി വേഗത കൈവരിച്ച് അടുത്തേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഡോക്കിംഗ് എന്ന് പറയുമ്പോൾ അതിന് 2 തരം ഘട്ടങ്ങളുണ്ട്. ഒന്ന് സോഫ്റ്റ് ക്യാപ്ചർ, ഒന്ന് ഹാർഡ് ക്യാപ്ചർ. സോഫ്റ്റ് ക്യാപ്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു തലത്തിലെത്തുക എന്നുള്ളതാണ്. 2 ഒബ്ജക്ട്സും ഒരേ തലത്തിലെത്തുക, അതിൻ്റെ അലൈൻമെൻറ്റ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ആ രീതിയിലുള്ള ഒരു അലൈൻമെൻറ്റിലെത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പതിയെ, നമ്മളിപ്പോൾ കണ്ട പോലെ ഇത് പതിയെ അതിനടുത്തേക്ക് നീങ്ങും. പതിയെ ക്രൂ ഡ്രാഗൺ വേഗം കൂട്ടിക്കൊണ്ട് അതിനടുത്തേക്ക് നീങ്ങുകയും
പിന്നീടാണ് ഹാർഡ് ക്യാപ്ചറിൻ്റെ ഒരു ഘട്ടം വരുന്നത്. അതിന് മുമ്പായിട്ട് ഇത് ഈ 2 ക്യാപ്ചേഴ്സിൻ്റെ ഇടയ്ക്ക് ഇത് ലിഡാറും തെർമൽ ഇമേജിംഗ് നടത്തും. അതായത് ലേസർ ഇമേജിങ്ങും തെർമൽ ഇമേജിംഗ് നടത്തി അതിൻ്റെ പൊസിഷൻ ക്ലിയർ ആക്കിയിട്ട് കൃത്യമായിട്ടാണ് ആ ലാച്ചസിലേക്ക് പോയി ഡോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റെ ഡോക്കിംഗ് സിസ്റ്റം ഉണ്ട്, നാസയുടെ തന്നെ പ്രത്യേകം ഡോക്കിംഗ് സിസ്റ്റം ഉണ്ട്, അത് ഇതുമായിട്ട് കമ്പാറ്റബിളാണ്. അങ്ങനെയാണ് ഇത് ഹാർമണി മോഡ്യൂളിലേക്ക് ഇപ്പോൾ ഡോക്ക് ചെയ്തിരിക്കുന്നത്. ഡോക്കിങ്ങിൻ്റെ ആദ്യ ഘട്ടം പൂർത്തിയായിരിക്കുന്നത്. അടുത്ത ഘട്ടങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ക്രൂ ഡ്രാഗണിലെയും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ആ എയർ പ്രഷർ ക്രമീകരിച്ച ക്യാപ്സ്യൂൾ പ്രദേശത്തെയും മർദ്ദം ക്രമീകരിക്കണം. അതുപോലെ ഓക്സിജൻ വായു മർദ്ദവും എല്ലാം ക്രമീകരിക്കണം. എന്നാൽ മാത്രമേ ഈ യാത്രികർക്ക് അങ്ങോട്ടേക്ക് കടക്കാനാവുകയുള്ളൂ. അതിനല്പം സമയമെടുക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജേണി എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണ്. അതായത് സ്വയം നിയന്ത്രിത, നമ്മുടെ ഓട്ടോ പൈലറ്റ് പോലെ സ്വയം നിയന്ത്രിത സംവിധാനമാണ്. ഗ്രൗണ്ട് കൺട്രോളും ഉണ്ട്. അത്യാവശ്യ ഘട്ടമെങ്കിൽ പൈലറ്റിനും നിയന്ത്രിക്കാം. പൈലറ്റ് നമുക്കറിയാം, ഷക്സാണ് ഈ ക്രൂ ഡ്രാഗണിൻ്റെ ഇപ്പോഴത്തെ പൈലറ്റിന് വേണമെങ്കിൽ നിയന്ത്രിക്കാം. അപ്പോൾ കുറച്ച് നേരത്തെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നതുകൊണ്ടാണ്, അതായത് സോഫ്റ്റ് ക്യാപ്ചറും ഹാർഡ് ക്യാപ്ചറും കൃത്യമായിട്ട് നടന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഡോക്കിങ്ങിൻ്റെ ആദ്യ ഘട്ടം പൂർത്തിയായിരിക്കുന്നത്. നേരത്തെ ഓർക്കണം, സുനിത വില്യംസിൻ്റെ സ്റ്റാർ ലൈനർ പേടകം ഈ ഡോക്ക് ചെയ്യാനായിട്ട് ഹാർഡ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു. ദിവസങ്ങളെടുത്തു അത് ഹാർഡ് ക്യാപ്ചർ ചെയ്യാനായിട്ട്. പക്ഷേ ഇത് വളരെ സുഗമമായിട്ട് തന്നെ ഇപ്പോൾ ഹാർഡ് ക്യാപ്ചർ ഏകദേശം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഇവരുടെ അവിടുത്തെ ആ നിലകൾ പരിശോധിക്കണം. പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഒക്കെ നില പരിശോധിച്ചിട്ട് വേണം ലാച്ചസ് തുറക്കാനായിട്ട്. എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ ലാച്ചസ് തുറക്കുകയുള്ളൂ. പിന്നീട് മാത്രമേ അതിലേക്ക് എൻട്രി, അതിന് സമയമെടുക്കും. ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്തേക്കും എൻട്രി സാധ്യമാകാൻ വേണ്ടി. എല്ലാം ക്രമീകരണം അതിനുശേഷം മാത്രമേ. അതിപ്പോൾ ഇതിനകത്ത് അവരുടെ എൻട്രി കാണിക്കാനായിട്ട് ക്യാമറകളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആ പ്രഷറൈസ്ഡ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പ്രഷർ ക്രമീകരിച്ച ക്യാപ്സ്യൂളിനകത്ത് ക്യാമറകളുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ആ എൻട്രി, ഈ ഡോക്കിങ്ങും ഒക്കെ നമുക്ക് കൃത്യമായി, ഡോക്കിംഗ് ഇപ്പോൾ കണ്ടതുപോലെ തന്നെ അതിൻ്റെ അകത്തു നിന്നുള്ള ആന്തരികമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ഉടനെ തന്നെ ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ തന്നെ തത്സമയം അവർ വിവരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ശുഭാംശുവിൻ്റെ ISSലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാണാൻ പറ്റും. എല്ലാം ക്ലിയർ ആയിട്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂറിനുള്ളിൽ സാധ്യമാകുമെന്നാണ് തോന്നുന്നത്. അതെ, നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. 28 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശുഭാൻശു ശുക്ലയും സംഘത്തെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം ബഹിരാകാശ സ്റ്റേഷനായ ISSമായി ബന്ധിപ്പിച്ചത്. അല്പം മുൻപ് പേടകത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. ഇനിയുള്ള 14 ദിവസം ശുഭാൻശു ശുക്ലയ്ക്കും കൂട്ടർക്കും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടേതാണ്. ദൗത്യത്തിന്റെ തുടർ നീക്കങ്ങളുടെ ചുക്കാൻ നാസയുടെ മുൻ ബഹിരാകാശ യാത്രിക കൂടിയായ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആണ്. റിപ്പോർട്ട് കാണാം. Module of the space station, and that anticipated docking time that has now recently been updated to 5:30 a.m. Central, 6:30 a.m. എല്ലാം കൃത്യം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം സമയക്രമം പാലിച്ചു തന്നെയുള്ള ബഹിരാകാശ ദൗത്യം ആക്സിയം 4 രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഡ്രാഗൺ പേടകത്തിലെ ഗ്രാഗോ സംവിധാനം ഉപയോഗിച്ച് ശുഭാംശു ശുക്ല ഇതിനകം 19 തവണ ഭൂമിയെ വലം വെച്ചു കഴിഞ്ഞു. ഒടുവിലിത ചരിത്രം വഴിമാറുന്നു. ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ നിർണായകവും അതിസങ്കീർണവുമാണ്. വിമാനം പറത്തുന്നതുപോലെ എളുപ്പമല്ല ബഹിരാകാശത്ത് പേടകത്തെ നിയന്ത്രിക്കുക എന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ഡിജിറ്റൽ സംവിധാനവും ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നുള്ള കമാൻഡുകളും അനുസരിച്ചായിരിക്കും ഇനിയുള്ള ഓരോ നീക്കവും. ഇപ്പോൾ പേടകമുള്ളത് ISSന്റെ ഹാർമണി ഡോക്കിൽ. മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള ഫോർമാലിറ്റീസ് പൂർത്തിയാകാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. തുടർന്ന് 4 യാത്രികരും സ്പേസ് സ്റ്റേഷനിൽ പ്രവേശിക്കും. അകത്ത് കടന്നാൽ സ്പേസ് സ്റ്റേഷനിലുള്ള ശാസ്ത്രജ്ഞർ അതിഥികളെ സ്വീകരിക്കും. തുടർന്നാണ് ഓരോരുത്തരുടെയും ഡ്യൂട്ടി നിശ്ചയിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ദൗത്യസംഘം കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള തനത് നെൽവിത്തുകൾ ഉൾപ്പെടെ പഠനത്തിന് വിധേയമാക്കും. ദൗത്യ നിയന്ത്രണം, സുരക്ഷ, മൈക്രോഗ്രാവിറ്റി അനുഭവം, ആഹാരം, ദൈനംദിന പ്രവർത്തനങ്ങൾ, ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലുള്ള പഠനങ്ങൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. റിസർച്ച് ഡെസ്ക് 24.
ഡോക്കിംഗ് ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ്. ഒരുപക്ഷെ മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നേക്കാം അവർ പുറത്ത് ഇറങ്ങുന്നതിന് വേണ്ടി. അതിൽ ആരോഗ്യ പരിശോധനകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കൊപ്പം അതിഥികളുണ്ട്. ശാസ്ത്രലേഖകനായ ശ്രീ ദിലീപ് മലയാലപ്പുഴയിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. ശ്രീ ദിലീപ് മലയാലപ്പുഴ, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങൾക്കൊന്നും ഇത് വലിയ കാര്യമായി ആകാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ത്യക്ക് ഇത് വലിയൊരു അഭിമാന നിമിഷമാണ്. നമ്മളുടെ ഒരു നമുക്കൊപ്പമുള്ള ഒരാൾ എന്ന് തന്നെ തോന്നുന്ന ഒരു അഭിമാന നിമിഷം. അദ്ദേഹം ബഹിരാകാശത്തിലെത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതുണ്ട്. ഗഗൻയാൻ ദൗത്യം, അത് ഇന്ത്യയുടെ അഭിമാന ദൗത്യമാണ്. അതിൻ്റെ ഒരു ചുവടുവയ്പ് എന്ന തരത്തിലേക്ക് അങ്ങനെ എത്രത്തോളം നിർണായകമായ ഒരു ദൗത്യം അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ശ്രീ ദിലീപ്. ആക്സിയം 4 ദൗത്യം രണ്ടാം ഘട്ടവും വിജയത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ISROയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. കാരണം ISRO നടത്താൻ പോകുന്ന ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്കുള്ള ഒരു പഠനയാത്രയാണെന്ന് പറയാം. നമ്മൾ പണം മുടക്കി തന്നെ ടിക്കറ്റ് എടുത്തു പോകുന്ന ഒരു പഠനയാത്ര. ഈ പഠനയാത്രയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നുള്ളതാണ് വസ്തുത. കാരണം ഈ 2 വർഷത്തിനകം നമ്മൾ ഗഗൻയാൻ ദൗത്യം, അതായത് ഭൂമിക്ക് ഏതാണ്ട് 300 കിലോമീറ്ററിന് മുകളിൽ ഒരാഴ്ചയോളം ഇന്ത്യക്കാരായ ബഹിരാകാശ യാത്രികർ സഞ്ചരിച്ച് ഗവേഷണം നടത്തുകയും പരീക്ഷണം നടത്തി മടങ്ങി വരുന്ന പദ്ധതിയാണ്. അതിനുശേഷം നമ്മളുടെ പേടകത്തിൽ, സ്വന്തം പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ISRO പദ്ധതിയിടുന്നുണ്ട്. ഭാവിയിൽ ഒരു 10 കൊല്ലത്തിനകം നമ്മൾ സ്വന്തമായി ISRO സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിനെല്ലാം ഈ ഡോക്കിംഗ് ഒരു മുന്നോടിയായിട്ടുള്ളൊരു പഠനം, നേരിട്ടുള്ളൊരു അനുഭവ പഠനമായിരിക്കും ഈ യാത്ര. ഈ ശുഭാംശു ശുക്ലയുടെ 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ, ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്തെത്തുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നു. ഈ ആക്സിയം ദൗത്യത്തിലെ ദൗത്യ പേടകത്തിൻ്റെ പൈലറ്റാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശുഭാംശു ശുക്ല. അപ്പോൾ ഈ പൈലറ്റ് എന്ന നിലയിൽ ആ ഉപഗ്രഹം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഡോക്കിംഗ് സംവിധാനങ്ങൾ, ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം നേരിട്ടറിയാനും അത് ISROയ്ക്ക് പ്രയോജനപ്പെടുത്താനും ഭാവി ദൗത്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ISROയ്ക്ക് ഭാവി ദൗത്യങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഈ ആക്സിയം 4 ദൗത്യം എന്നുള്ളത്. ശരി, ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഒരു റിഹേഴ്സൽ എന്ന തരത്തിലേക്ക് തന്നെ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കണം. കൂടാതെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം, അതായത് ഭാരത് അന്തരീക്ഷ്, അത് നിർമ്മിക്കുന്നതിലേക്ക് അതിനൊക്കെയുള്ള ചവിട്ടുപടി എന്ന തരത്തിൽ കൂടിയാണ് ആക്സിയം 4 ദൗത്യത്തെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ആദ്യഘട്ട ഡോക്കിംഗ് അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതാണ്. ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്, സ്പേസ് സ്റ്റേഷനിലേക്ക് ഇവർ ഇറങ്ങുന്നു എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. 28 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ശുഭാംശു ശുക്ലയും സംഘത്തെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം ബഹിരാകാശ സ്റ്റേഷനായ ISSമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആദ്യഘട്ടം ഡോക്കിംഗ് അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അത് അവർ ബഹിരാകാശ നിലയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നമുക്കൊപ്പം ഗോകുൽ രവി കൂടിയുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഗോകുൽ, മർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അത് ഈ പേടകത്തിൻ്റെ ഒപ്പം തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ മർദ്ദം അത് ക്രമീകരിക്കുക. അങ്ങനെ ഇനിയും നടക്കാനിരിക്കുന്ന സാങ്കേതിക നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അനുജ, ഇനി ഈ നമ്മളേറ്റവും കാത്തിരിക്കുന്ന ചരിത്ര നിമിഷം അത് ശുഭാംശുവിൻ്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവേശമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പറന്നിറങ്ങുകയായിരിക്കും. കാലെടുത്ത് വെക്കുക എന്ന് നമ്മൾ പ്രയോഗത്തിൽ പറയുമെങ്കിൽ അത് പറന്ന് കയറുകയായിരിക്കും. ആ നിമിഷമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 14 വിക്ഷേപിച്ച സ്പേസ് എക്സിൻ്റെ തന്നെ മറ്റൊരു ദൗത്യത്തിലെ സംഘാംഗങ്ങൾ, അതായത് സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യത്തിലുള്ള ആൻ മക്ലെയിനും ഒപ്പം തന്നെ നിക്കോൾ അയേഴ്സുമായിരിക്കും ഇവരെ ഈ പ്രവേശത്തിന്, ഈ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഇവരുടെ എൻട്രിക്ക് ഈ ഹാച്ച് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരെ സ്വീകരിക്കുക എന്നാണ് നാസയുടെ ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേറ്റ്. അവർ ഈ മർദ്ദം ക്രമീകരിക്കലടക്കം ഇനി, അതായത് ഈ പേടകത്തിലെയും സ്പേസ് സ്റ്റേഷനിലെ മർദ്ദം ഒരേപോലെയാക്കിയ ശേഷമായിരിക്കും ഇവർക്ക് ഹാച്ച് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഈ സ്പേസ് സ്റ്റേഷനകത്തേക്ക്
പ്രവേശിക്കാൻ സാധിക്കുക. അവിടെ ഇപ്പോൾ നിലവിൽ 10 പേരാണുള്ളത്. ബഹിരാകാശ താകെ ഇപ്പോൾ 14 മനുഷ്യർ. അതിൽ 10 പേർ ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ പല ദൗത്യങ്ങളുടെ ഭാഗമായി പല ഘട്ടങ്ങളിലായി എത്തിയ ചൈനയുടെ മിഷൻ്റെ ഭാഗമായും റഷ്യയുടെയും നാസയുടെയും സ്പേസ് എക്സിൻ്റെയും മിഷനായിട്ട് വന്ന 10 പേർ നിലവിൽ അവിടെ ഉണ്ട്. അവർക്കൊപ്പമാണ് ഈ 4 അംഗ സംഘം കൂടി ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. അങ്ങനെ 14 പേർ ബഹിരാകാശത്തുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ട പരീക്ഷണങ്ങൾ അത് ഇപ്പോൾ ഹാർമണി മൊഡ്യൂളിലാണ് ഇവർ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള ലബോറട്ടറി സംവിധാനങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് നാസ എന്ന് അറിയിക്കുന്നത്. നിക്കോള അയേഴ്സും ഒപ്പം തന്നെ ആൻ മക്ലെയിനും അവർക്ക് ഈ പുതുതായി എത്തുന്ന ആക്സിയം 4 സംഘത്തിനുള്ള പരീക്ഷണങ്ങൾക്കുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തി എന്നുകൂടി നാസ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള വിഷ്വൽ അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം നമുക്ക് ദൃശ്യമാകാൻ പോകുന്ന ആ ചരിത്ര പിറവി എന്നത് ശുഭാംശുവിൻ്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവേശമാണ്. അതാണ് ഒരുപക്ഷെ മുമ്പ് രാജഗോപാൽ കമത്ത് അടക്കം സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയം എടുത്തേക്കാം. മുമ്പ് ചില ഘട്ടങ്ങളിൽ വല്ലാതെ നീണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഈ പറയുന്നത് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം ഡോക്കിംഗ് പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരുന്ന സമയമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഇത്തവണ ഈ ആക്സിയം ഫോർമേഷൻ്റെ ഡോക്കിംഗ് അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനി 2 അതായത് ഈ ക്യാപ്സ്യൂളിലെ ഇവർ ഇരിക്കുന്ന ക്രൂ ഡ്രാഗൺ മൊഡ്യൂളിലെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെയും മർദ്ദം ക്രമീകരിച്ച ശേഷം 2ഇടത്തെയും സാഹചര്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത നിലയിൽ ക്രമീകരിച്ച ശേഷം ഒരു വാതിൽ തുറക്കുകയാണ്. ആ ഹാച്ച് തുറന്നാൽ അവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ. ഡോക്ടർ രാജഗോപാൽ കമ്മത്തി, ബഹിരാകാശ നിലയങ്ങൾ സെക്കൻഡിൽ 7.8 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 90 മിനിറ്റിൽ ഒരു ഓർബിറ്റ് പൂർത്തിയാക്കും. ഈ ശുഭാംശു ശുക്ലയും അദ്ദേഹത്തിനൊപ്പമുള്ള സംഘവും ഒരു ദിവസം എത്ര തവണ ഭൂമിയെ വലം വയ്ക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ അവരുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി വരുന്ന മണിക്കൂറുകളിൽ വളരെ നിർണായകമായ ചില പരീക്ഷണങ്ങളിലേക്ക് അവർ കടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം എങ്ങനെയാണ്? അതിൽ കേരളത്തിനും ചില പങ്കാളിത്തമൊക്കെ ഉണ്ട്. നമ്മളുടെ വെള്ളായണി സർവകലാശാലയുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടി, കൂടാതെ പ്രമേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിലേക്കൊക്കെ വിശദമായി വരാം. ഇപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ് ഇവരുടെ ഒരു ഓർബിറ്റിൽ വലം വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അത്? നമ്മളിപ്പോൾ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞതിന് ശേഷം അത് 400 കിലോമീറ്ററോളം ഉയരത്തിലെത്തി. അപ്പോൾ ഓരോ 90 മിനിറ്റിലും ഏകദേശം 90 മിനിറ്റിൽ ഒരു തവണ ഭൂമിയെ ചുറ്റും. അപ്പോൾ അതായത് ഏകദേശം 20 സൂര്യോദയങ്ങളും 20 സൂര്യാസ്തമയങ്ങളും ഈ ക്രൂ ഡ്രാഗൺ ഷക്സ് ഉൾപ്പെടെയുള്ളവർ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഇതുപോലെ തന്നെ ഇതേ വേഗതയിലാണ് ചുറ്റുന്നത്. അങ്ങനെ ഓരോ 90 മിനിറ്റിലും ഇത്തരത്തിൽ സൂര്യോദയവും സൂര്യാസ്തമയവും അവർക്ക് കാണാനായിട്ട് സാധിക്കും. ഭൂമിയുടെ പല മേഖലകളിലൂടെയാണ് ഇത് കിടക്കുന്നത്. ഒരേ ഓർബിറ്റിലാണെങ്കിലും പല തലങ്ങളിലൂടെ അത് ഭൂമിയെ ചുറ്റും. ഒരേ തലത്തിലൂടെ, ഒരേ ഓർബിറ്റിലൂടെ, ഒരേ ദിശയിലൂടെ അല്ല ഇത് ചുറ്റുന്നത്, പല രീതികളിലൂടെ ഇത് കടന്നു പോകും. അപ്പോൾ ഭൂമിയുടെ ഏകദേശം എല്ലാ ഭാഗവും ഇവർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മഹാസമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും രാത്രിയാകുമ്പോൾ പ്രകാശിച്ച് നിൽക്കുന്ന നഗരം ഒക്കെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. മരുഭൂമികളും ഹിമാലയം ഒക്കെ മുകളിൽ നിന്ന് കാണുക എന്ന് പറയുന്നത് അതൊരു അഭൗമമായ ദൃശ്യം, ശരിക്കും ലിറ്ററലി അഭൗമമായ ഒരു ദൃശ്യം തന്നെയാണ് അത്. അപ്പോൾ അത് ഷക്സിനിപ്പോൾ അത് കണ്ടറിയാനായിട്ട് സാധിക്കും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ലോ എർത്ത് ഓർബിറ്റ് എക്കോണമി എന്ന് പറയുന്ന പുതിയൊരു സമ്പദ് വ്യവസ്ഥയുടെ തുടക്കമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മളിപ്പോൾ ഭൂമിയിലെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വിഭിന്നമായി ലോകരാജ്യങ്ങൾ, മുൻപന്തിയിലിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഇപ്പോൾ അതിനെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു കമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൻ്റെ ബേസിലാണ് ഇപ്പോൾ ആക്സിയം 4 ഈ ദൗത്യം നടത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇനി ഭാവിയിലും കമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാംസ് തുടർന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം 2 സ്വകാര്യ സംരംഭകരാണ് ഇതിന് പിന്നിൽ, സ്പേസ് എക്സും ആക്സിയം 4ഉം. നാസ ചേർന്നിട്ടുണ്ട്, ISRO അവരുടെ സർവീസസ് യൂസ് ചെയ്യുന്നു, അങ്ങോട്ട് പൈസ മുടക്കി യൂസ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിലവൊന്നുമല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. കാരണം ഭാവിയിലേക്കുള്ള നമ്മുടെ ഈ ലോ എർത്ത് ഓർബിറ്റ് എക്കോണമിയിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പിന് വേണ്ടിയുള്ള ഒരു നിക്ഷേപമായിട്ട് വേണം ഈ ഒരു ദൗത്യത്തിനെ കാണാനായിട്ട്. കാരണം ഈ ഗഗൻയാൻ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച് ഭാവി പരിപാടികൾ, സ്പേസ് ടെക്നോളജി ഉപയോഗപ്പെടുത്താനായിട്ടുള്ളതിൻ്റെ ആദ്യത്തെ ശ്രമമാണ്. ഗഗൻയാൻ്റെ ഏകദേശം പ്രവർത്തനമാണ് ഇപ്പോൾ ക്രൂ മോഡ്യൂളിൽ നടന്നത്, ക്രൂ ഡ്രാഗൺ മോഡ്യൂളിൽ.
ഈ ഡോക്കിങ്ങിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ ഗഗൻയാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അത്തരം ഒരു ക്യാപ്സ്യൂളാണ് ഗഗൻയാൻ. ഏകദേശം അതിനേക്കാൾ കുറച്ച് താഴ്ന്ന ഓർബിറ്റിലായിരിക്കും ഗഗൻയാൻ പോകുക. അത് കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് ആദ്യഘട്ടമാണ്. പിന്നീടാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ വരുന്നത്. ഇതിനകത്ത് ഇദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തുന്നു. 60ഓളം പരീക്ഷണങ്ങളുണ്ട് എല്ലാവരുമായിട്ട് നടത്തുന്നതെന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ എന്തിനാണ്? അപ്പോൾ അവിടുത്തെ സ്പേസിലെ ആ സാഹചര്യങ്ങൾ, വാക്യൂമും മറ്റ് സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, മൈക്രോഗ്രാവിറ്റിയും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് അതിനകത്തുള്ളത്. നമുക്കറിയാം ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. കാരണം ഭൂമിയിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എത്ര സൂക്ഷ്മമായിട്ട് നിർമ്മിച്ചാലും അതിൽ വായു കുമിളകൾ കടന്നുകൂടും. അപ്പോൾ അത് അതിൻ്റെ ലൈഫിനെ ബാധിക്കും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ആന്തരികമായിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഹാർട്ട് വാൽവുകൾ, അതുപോലെ പേസ് മേക്കേഴ്സ്, പിന്നെ ഇൻസുലിൻ പമ്പ് പോലെയുള്ള വസ്തുക്കൾ, പിന്നെ അതിലും സങ്കീർണമായിട്ടുള്ള വസ്തുക്കൾ. ഞാൻ ഈ ചർച്ചയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ശുഭാൻഷുവിടെ അമ്മ പ്രതികരിക്കുന്നു. अब कोई दिक्कत नहीं है, बेहद खुश है. अब 14 दिन बाद उनका इंतजार रहेगा वापसी का. 14 वापसी का इंतजार रहेगा कि जल्दी से आए, जल्दी से मिले आके हम लोगों से, उसी का इंतजार. जब वो ट्रेनिंग कर रहे थे इस बीच मुलाकात आपकी हुई नहीं, लेकिन वीडियो कॉल पे लगातार बातचीत हो रही हाँ, थी. वीडियो कॉल से बात हो रही थी. मुलाकात भी हुई थी, अप्रैल में हुई थी. एक बार हुई मुलाकात. आपने आखिरी बार दही चीनी खिला के भेजा था कि यात्रा शुभ रहे, सब कुछ ठीक रहे, मंगलमय रहे, जो मेहनत आपने किया वो सब सफल रहे. हाँ, हमने खिलाया था, दही चीनी खिलाया था उसको, दही पेड़ा खिला के भेजा है. तो ये थी माता जी, एक बार पिताजी से बातचीत करते हैं. श्योर कि मैं ही नहीं, आप सब भी बहुत गौरव फील कर रहे होंगे. ये हमारे पूरे इंडिया के लिए बहुत प्राउड मोमेंट है. हम डेस्परेटली वेट कर रहे थे कि डॉकिंग हो, सेफली वो पहुंचे और उसकी डॉकिंग हो, एंड वो हमने भी देखा. एंड आई एम सो हैप्पी कि वो डॉकिंग भी सेफली हो गई है. जिसका जी हमारी बात उनके लॉन्च होने से पहले तो उनकी यहाँ से सी ऑफ टिप ऑफ होने से पहले बात हुई थी. एंड वो बहुत खुश और कॉन्फिडेंट थे. वो बोल रहे थे कि वो पहुँचेंगे और अपना काम अच्छे से करेंगे, जो उन्होंने करके दिखाया है. आई एम श्योर. थैंक यू. इसी सफलता का वेट कर रहे थे जो उन्होंने करके दिखाया है. एंड आई एम सुपरबली प्राउड राइट नाउ, एंड दैट्स ऑल आई कैन से अभी. थैंक यू. पहुंचने तक थोड़ा सा ശുഭാൻഷു ശുക്ലയുടെ കുടുംബത്തിന്റെ പ്രതികരണമാണ്. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു എന്നൊക്കെ പറയുകയാണ് ശുഭാൻഷു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇത് ഇന്ത്യയെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമായൊരു മുഹൂർത്തമാണ് എന്നവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നമുക്കൊപ്പം അതിഥികളുണ്ട്. ശ്രീ ദിലീപ് മലയാലപ്പുഴ, നമ്മൾ ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 5 ഇനം വിത്തുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ്. അത് നെൽവിത്തുകളുണ്ട്, ഉമാ ജ്യോതി നെല്ല് വിത്തുകൾ, കൂടാതെ തിലകാര, എള്ള്, തക്കാളി, വഴുതന, കുറ്റിപ്പയർ, ഇത് ഉൾപ്പെടെയൊക്കെയുള്ള വിത്തുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 2 ആഴ്ച മൈക്രോഗ്രാവിറ്റിയിൽ അവ വയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ തിരികെ കൊണ്ടുവന്ന് മുളപ്പിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണല്ലേ. അങ്ങനെയൊക്കെയുള്ള ചില പരീക്ഷണങ്ങൾ, ജൈവ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ളത്, അത് എത്ര പ്രാധാന്യമുണ്ട് അതിന്? ബഹിരാകാശത്തെ കാലാവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് കൃഷി അതുപോലെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന എങ്ങനെ സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ ചൈനയുടെ ടിയാഗോങ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയം ഇപ്പം തന്നെ മുകളിലുണ്ട്. ആ ടിയാഗോങ്ങിൽ പിന്നെ നെൽവിത്തുകൾ മുളപ്പിച്ച് അവർ അത് കൊയ്തെടുത്തതിന് ശേഷം അത് ഭൂമിയിലെത്തിച്ച് പാചകം ചെയ്തപ്പോൾ രുചി കൂടിയ പിന്നെ അതിന് രുചി ഏറെയാണെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സസ്യജാലങ്ങൾ വളർത്തുന്നുണ്ട്, പച്ചക്കറി വളർത്തുന്നുണ്ട്, പുഷ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. കാരണം ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾ നമ്മുടെ ഗോളാന്തര യാത്രകളിലേക്ക് പോകാൻ പോവുകയാണ്. ഒരു 50 കൊല്ലത്തിന് 25-50 കൊല്ലത്തിനിടയിൽ നമ്മൾ മറ്റ് ഗോളങ്ങളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യാൻ പോവുകയാണ്. കാരണം ഒരു 4 നൂറ്റാണ്ടൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി, ചന്ദ്രൻ, ചൊവ്വ എന്ന് പറയുന്നൊരു സൂപ്പർ ഹൈവേ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ APJ അബ്ദുൽ കലാം തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ ഹൈവേ മനുഷ്യൻ സുഗമമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. ചന്ദ്രനിൽ പോയി താമസമാക്കുക, ഒരുപക്ഷെ ചൊവ്വയിലെ മറ്റ് ഗോളങ്ങളിൽ പോയി താമസിക്കുക, ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ വന്നേക്കാം. ശാസ്ത്ര അത്തരത്തിൽ പുരോഗമിക്കും. അപ്പോൾ മനുഷ്യന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ ഭൂമിയിലെ
ഇത്തരം ഭക്ഷ്യ വസ്തുക്കളുടെ പിന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെ നിർണായകമായ പരീക്ഷണങ്ങൾ ഇത്തരം അന്തരീക്ഷത്തിൽ വെച്ച് നടത്തുന്നുണ്ട്, ധാരാളമായി നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ ഇത്തരത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള പ്രതിരോധശേഷി കൂടിയ വിത്തനങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ വിത്തനങ്ങൾ അവിടുത്തെ സീറോ ഗ്രാവിറ്റിയിൽ 2 ആഴ്ച നിരീക്ഷിച്ച ശേഷം അവിടെ വെച്ചതിന് ശേഷം തിരിച്ച് കേരളത്തിൽ തന്നെ കൊണ്ടുവന്ന് ഈ കാർഷിക സർവകലാശാലയുടെ പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ അവർ പിന്നെ ഇതിനെ ക്ലിപ്പിച്ചിട്ട് അതിൻ്റെ പ്രതിരോധശേഷി എങ്ങനെയാണ്, അതിൻ്റെ ഉൽപ്പാദനശേഷി എങ്ങനെയാണെന്ന് തുടർച്ചയായിട്ട് പരിശോധിക്കും. ISROയും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയും തമ്മിലുള്ള ഒരു ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഇത് ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലെയും ഭാവി മാനവരാശിയുടെ പുരോഗതിക്കും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇവയെല്ലാം. അതെ, 60 പരീക്ഷണങ്ങൾ നടത്തുന്നു. അതിൽ ISROയുടെ പരീക്ഷണങ്ങൾ ഏതാണ്ട് 12ഓളം പരീക്ഷണങ്ങളുണ്ട്. ഇത് ശുഭാംശു നടത്താൻ കൂടിയാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ആ പരീക്ഷണങ്ങൾ നടക്കും. പിന്നീട് അതിൽ എന്താണ് ഫലമായി പുറത്തു വരാനിരിക്കുന്നത് എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോവുകയുമാണ്. തിരികെ നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ നേരത്തെ ശ്രീ ദിലീപ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും വരും നാളുകളിൽ, ദിവസങ്ങളല്ല വരും നാളുകളിലൊക്കെ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ മറ്റു ഗോളങ്ങളിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോകുന്ന അതൊക്കെ ആയിരിക്കാം നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമുക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയൊക്കെ ഒരുപക്ഷെ അങ്ങനെയാകാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ ഒരു തുടക്കം കൂടിയാകാം ഇതെല്ലാം. ഇപ്പോൾ ഈ ഒരു യാത്ര തന്നെ നമ്മൾ നോക്കിയാൽ ഒരു വിനോദയാത്ര പോലെ വളരെ സന്തോഷത്തിൽ അങ്ങനെ ആ തരത്തിലേക്ക് അവർ പോകുന്നത് നമ്മൾ ചില ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്ന രീതിയിലല്ലേ. ഇപ്പം ഞാൻ വായിച്ചറിഞ്ഞത് ഇവർ മാംഗോ ജ്യൂസും ഇദ്ദേഹം കൊണ്ടുപോയിരിക്കുന്ന ഭക്ഷണം, മാംഗോ ജ്യൂസ്, അതുപോലെ തന്നെ എന്താണ് ഹൽവ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണമായി കൊണ്ടുപോയിട്ടുള്ളത്. അതെ അതെ, അങ്ങനെയൊക്കെ, അതെ, ക്യാരറ്റ് ഹൽവ, മാംഗോ ജ്യൂസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇതൊരു ശരിക്കും ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന അതേ തരത്തിൽ ആ ഒരു അത്രയും അവർ ആസ്വദിച്ചൊക്കെ പോകുന്നു ആ യാത്ര. അങ്ങനെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഡോക്ടർ കമ്മത്ത്? തീർച്ചയായിട്ടും. കാരണം ഇതൊരു പിക്നിക് പോലെയാണ്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല കാഴ്ചകൾ തരുന്ന ഒരു പിക്നിക്കാണ്. അവരുടെ ഈ സ്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു ബൈക്ക് യാത്രികർ പോകുന്ന പോലുള്ള ഒരു സ്യൂട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്പേസ് സ്യൂട്ടാണ്. പണ്ട് നമ്മൾ ചാന്ദ്രയാത്രികളൊക്കെ ഉപയോഗിച്ചിട്ടുന്ന സ്പേസ് സ്യൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ആ ഒരു മർദ്ദം കേന്ദ്രീകരിച്ചൊരു വല്ലാത്തൊരു രൂപമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാധാരണ ഒരു ബൈക്ക് യാത്രികർ അല്ലെങ്കിൽ ഒരു ബൈക്ക് റേസർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സ്യൂട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു മുന്നേറ്റമാണ്. അപ്പോൾ വളരെ സാധാരണമായി ഇത്തരത്തിലുള്ള യാത്ര എത്രയോ പേര് 300ഓളം പേര് ഇപ്പോൾ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുരക്ഷിതമായിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് മാത്രം ചില കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഞാൻ മുന്നിൽ കാണുന്ന ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള മുന്നേറ്റമാണ്. മസിൽ റീജനറേഷനുള്ള ISROയുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആകുകയാണെങ്കിൽ ഇവിടെ ഭൂമിയിൽ പല കാരണങ്ങൾ കൊണ്ട്, അപകടങ്ങൾ കൊണ്ട്, ജന്മന അല്ലെന്നുണ്ടെങ്കിൽ വാർദ്ധക്യം കൊണ്ട്, പേശികൾക്ക് കോശങ്ങൾക്ക് ബലക്ഷയം സംഭവിച്ചവർക്ക് അതിൻ്റെ റീജനറേഷൻ, പുനരുജ്ജീവനം നടത്താനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, സ്പേസ് ടെക്നോളജി നമ്മുടെ അടുക്കളയിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്, നമ്മുടെ സ്വീകരണ മുറിയിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദീർഘദൂര ആശയവിനിമയം, മൊബൈൽ ഫോൺ, മൈക്രോവേവ്, അങ്ങനെയുള്ള എത്രയോ ഉപകരണങ്ങൾ നമുക്ക് സ്പേസ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് കിട്ടി. സിലിക്കോണിൻ്റെ ടൈൽസ്, താപം ക്രമീകരിക്കുന്നത്, അതുപോലെ ലേസർ നിയന്ത്രിതമായിട്ടുള്ള പല കാര്യങ്ങളും, നമ്മുടെ റിമോട്ട്, ഇത്തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ സ്പേസ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടി. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സ്പേസ് ടെക്നോളജിയുടെ ഒരു ഫലമായിട്ടാണ്. അപ്പം അത്തരത്തിലുള്ള വലിയ മുന്നേറ്റമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ സ്പേസ് ലാബാണ് ISS. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് സ്പേസ് ഫാക്ടറികളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഉപകരണങ്ങളും വസ്തുക്കളും നിർമ്മിക്കാനുള്ള സ്പേസ് ലബോറട്ടറീസ് നമ്മുടെ നിയർ എർത്ത് ഓർബിറ്റിലുണ്ടാകും, ലോ എർത്ത് ഓർബിറ്റിലുണ്ടാകും. പിന്നീട് അല്പം ദൂരെയായിട്ട് ഉള്ള ഓർബിറ്റുകളിൽ സ്പേസ് കോളനികൾ ഉണ്ടാവും. സ്പേസ് കോളനികൾ എന്ന് പറയുന്നത് ഭൂമിയിൽ
ട്രോമയൊക്കെ സംഭവിച്ചിട്ട് കിടപ്പിലായ ആളുകൾക്ക് അവിടെ അനായാസം ഒഴുകി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോളനികൾ, നമ്മളിപ്പോൾ ഹൗസിംഗ് കോളനി പോലെ ഒരു ഫ്ലാറ്റിൽ ഏകദേശം 100-150 കുടുംബങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒരു കോളനി അവിടെ സൃഷ്ടിക്കാൻ പറ്റും. സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന കോളനി. അതിനുവേണ്ടിയാണ് ഈ മൈക്രോ ആൽഗയും മൈക്രോ ഗ്രീൻസും ഒക്കെ അവിടെ, അതുപോലെ വിത്തിനങ്ങളും ഒക്കെ നമുക്ക് അവിടെ പോയി അത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി ആ കോളനി സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഉള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും അതിന് പിന്നീടുള്ള സ്പേസ് സ്റ്റേഷൻസും ലൂണാർ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഒരു ഇടത്താവളമായിട്ട് മാറും. പിന്നീട് ചൊവ്വയിലേക്കുള്ള സ്പേസ് സ്റ്റേഷന് വേണ്ടിയുള്ളതും അല്ലെന്നുണ്ടെങ്കിൽ ചൊവ്വ കോളനികൾക്ക് വേണ്ടിയുള്ളതും. ഇത് വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ നടക്കാൻ പോവുകയാണ്. ഈ അടുത്ത ഒരു 1/4 നൂറ്റാണ്ടെന്ന് പറയുന്നത് സ്പേസ് ടെക്നോളജിയിലും സ്പേസ് എക്സ്പ്ലോറേഷനും വളരെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ സംരംഭകരും ഒക്കെ ഇതിലേക്ക് ഉൾപ്പെട്ട് വരുന്നത് കൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ എമ്പാടും നടക്കുന്ന ആ ഒരു യുദ്ധഭീഷണികളും ബോംബുകളും ആളുകളെ കൊല്ലലും ഒക്കെ, ഇതൊന്നും ഇവിടെ കൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. ഒരു നിഷ്കളങ്കയായ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ സ്പേസ് വാറിൻ്റെ തുടക്കമാകുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് ആ പെൺകുട്ടിയുടേത്. പക്ഷേ അതൊരു ഉൾക്കിടലമാണ് തന്നത്. കാരണം ഇത്തരം അവസ്ഥകൾ ഇവിടെ മാത്രമല്ല, ഇത് സ്പേസിലേക്കും കടക്കാൻ പോവുകയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും നമ്മളിനി നക്ഷത്രാന്തര യാത്ര പോയാലും നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള ഹോളിവുഡ് സിനിമകളിലൊക്കെ അവർ തമ്മിൽ നടത്തുന്ന യുദ്ധങ്ങളും ക്യാപ്ചറും ഒക്കെയാണ്. അപ്പോൾ ഒരു മാനവരാശിയുടെ ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള കീഴടക്കലും മറ്റു കാര്യങ്ങളും. പക്ഷേ ഇത് സ്പേസിലെങ്കിലും നമ്മൾ സംയമനം. അതെ, നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളെ കുറിച്ച് പറയാം ഡോക്ടർ കമ്മത്ത്. അതൊക്കെ ഇല്ലാതിരിക്കട്ടെ, നമ്മൾ തൽക്കാലം അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ പോസിറ്റീവായി ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ശ്രീ ദിലീപ്, ഇപ്പൊ ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ടൊരു വലിയ പരീക്ഷണം, അതിപ്പോൾ ഷംഷീർ വയലിൽ അതിലൊരു സാരഥ്യം വഹിക്കുക കൂടിയാണല്ലോ. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ മൈക്രോഗ്രാവിറ്റിയിലുള്ള മെറ്റബോളിസം പഠിക്കുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്ലൂക്കോസ് മെറ്റബോളിസം പഠിക്കുക എന്നുള്ളത് അത് ബഹിരാകാശ സഞ്ചാരികളെ സംബന്ധിച്ച് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ്? അത് ഭൂമിയിലുള്ളവർക്ക് വേണ്ടിയുള്ള പഠനം, അങ്ങനെ പ്രത്യേകമായ രീതിയിലാണോ അത് നടത്തുന്നത്? ശ്രീ ദിലീപ്. നിലവിൽ ഈ ഷുഗർ രോഗികൾക്ക് ബഹിരാകാശത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അവർ അത്തരം ആളുകളെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ആ പ്രതിസന്ധി പലപ്പോഴും നാസ ഉൾപ്പെടെയുള്ള വലിയ ബഹിരാകാശ ഏജൻസികളെ ബാധിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പറയാറുള്ളത്. ആ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ നടക്കാൻ പോകുന്നത്. പിന്നീട് ഈ ഷുഗർ പോലെയുള്ള രോഗങ്ങൾ വ്യാപകമാകുന്ന അവസ്ഥയിൽ മൈക്രോഗ്രാവിറ്റിയിൽ ഈ മരുന്നുകൾ പരീക്ഷിച്ച് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെയുള്ള സംഗതികൾ അവിടെ വെച്ച് പരീക്ഷിച്ചിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്താനാകുമോ എന്നാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. എന്തായാലും ആരോഗ്യരംഗത്തെ ഒട്ടേറെ പരീക്ഷണങ്ങൾ, മനുഷ്യൻ്റെ മസിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, അങ്ങനെ ഇതിലേറെ പറയുന്ന ശസ്ത്രക്രിയ പോലും സുഗമമായി ഈ സീറോ ഗ്രാവിറ്റി വെച്ച് നടത്താൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് പോലുള്ള ആലോചനയിലാണ് ശാസ്ത്രലോകം. അപ്പോൾ എന്തായാലും എല്ലാ രംഗത്തും, കാർഷിക രംഗമായിക്കോട്ടെ, ആരോഗ്യരംഗമായിക്കോട്ടെ, മരുന്നുൽപാദനം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹിരാകാശത്ത് വെച്ച് നടത്തുക, ബഹിരാകാശത്തെ അന്തരീക്ഷം ഭൂമി തന്നെ സൃഷ്ടിച്ച്, ബഹിരാകാശത്തെ അന്തരീക്ഷം ഭൂമി വെച്ച് സൃഷ്ടിച്ച് അത് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പോലും നടത്താനുള്ള ശ്രമത്തിലാണ് നാസ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ചൈന സ്പേസ് ഏജൻസി, അതുപോലെ തന്നെ ISRO പോലുള്ള ഏജൻസികൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള വരുന്ന കാലങ്ങളിൽ വരുന്ന ഒരു 25 കൊല്ലത്തിൽ ഇത്തരം ഒരു വലിയ പരീക്ഷണങ്ങളുടെ ഒരു ബൂസ്റ്റായിരിക്കും നടക്കാൻ പോകുന്നത്. ബഹിരാകാശത്തെ ഉപയോഗിച്ചുകൊണ്ട്, ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ, മാനവരാശിക്ക് വേണ്ടിയുള്ള മാനവരാശിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള കാർഷിക വിഷയങ്ങൾ, ഇതെല്ലാം എങ്ങനെ ഇതുമായി കണക്ട് ചെയ്ത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധന വെറും ഒരു യാത്രയല്ല, മനുഷ്യൻ്റെ ഭാവി നിലനിൽപ്പിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളുടെ ഒരു വലിയ വേദിയായി ബഹിരാകാശം മാറാൻ പോവുകയാണ്. വലിയ പരീക്ഷണശാലകൾ ബഹിരാകാശത്ത് വരാൻ പോവുകയാണ്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു 1/4 നൂറ്റാണ്ടായിട്ട് നാസയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിൽക്കുകയാണ്. അതിൻ്റെ കാലാവധി കഴിയാൻ പോവുകയാണ്. അപ്പോൾ നിലവിൽ ആ കാലാവധി കഴിയുമ്പോൾ ഈ കാലാവധി കഴിയുന്ന ബഹിരാകാശ നിലയത്തെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്ന് നശിപ്പിക്കാനുള്ള ഇതിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ പുതിയ ബഹിരാകാശ നിലയങ്ങൾ വരാൻ പോകുന്നു. നിലവിൽ ചൈനയുടെ ബഹിരാകാശ നിലയമാണ് വരാൻ പോകുന്നത് നിലവിലുള്ളത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ നിലയം
നമുക്കറിയാം നാസ തന്നെ പുതിയ ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ പോകുന്നു. ജപ്പാൻ ആ രംഗത്തേക്ക് വരാൻ പോകുന്നു. വലിയ വലിയ പരീക്ഷണശാലകൾ അവിടേക്ക് വരുന്നു. അതുപോലെ തന്നെ സൗരോർജ്ജത്തെ നേരിട്ട് ഭൂമിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ വലിയ വലിയ പരീക്ഷണങ്ങൾ ബഹിരാകാശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. ശരി, അതാണ് വലിയ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര. അതിൻ്റെ തുടക്കം കൂടിയാണ് ഇത്. 2 ആഴ്ച ഇവർ അവിടെ തങ്ങും. അവിടെ നടക്കാൻ പോകുന്നത് 60 പരീക്ഷണങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് എന്നുള്ളതാണ്. അതിൻ്റെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ വിദഗ്ധർ നമുക്കൊപ്പം പങ്കുവച്ചത്. ഗോകുൽ രവി തുടരുന്നുണ്ട്. ഗോകുൽ, നമുക്കറിയാം ഇത് 7 തവണ മാറ്റിവെച്ചൊരു ദൗത്യമാണ്. അതിനുശേഷം വളരെ വിജയകരമായി തന്നെ ഇന്നലെ പുറപ്പെടുന്നു യാത്ര. ഇനിയിപ്പോൾ നിശ്ചയിച്ചതിലും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ് കേട്ടതിനേക്കാൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപേ തന്നെ ഡോക്കിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ശുഭകരമായൊരു കാര്യമാണ്. അതിന് ചുരുക്കി എങ്ങനെയാണ് നമുക്ക് ഈ ദൗത്യത്തെ വിശദീകരിക്കാൻ കഴിയുന്നത്? വളരെ ചുരുക്കി. തീർച്ചയായും അനുജ, മുമ്പ് സംസാരിച്ച വിദഗ്ധരൊക്കെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ ഈ ദൗത്യത്തിലേക്ക് പണം കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാരി, അതായത് നമ്മുടെ ശുഭാംശു ശുക്ല ഈ യാത്രയ്ക്കൊപ്പം ചേർക്കുകയാണ്. അത് നമ്മുടെ ഭാവി പര്യവേഷണങ്ങൾക്ക് വേണ്ടിയുള്ള അറിവ്, അനുഭവ സമ്പത്ത് സ്വാംശീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് അനുഭവത്തിലൂടെ പരിചയ സമ്പത്ത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. ഈ ദൗത്യം ഒരു സ്വകാര്യ യാത്രയാണ്. ആക്സിയവും സ്പേസ് എക്സും ഒപ്പം നാസയും ISROയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഒക്കെ അവരുടെ ചില പരീക്ഷണങ്ങളായി ഇതിനൊപ്പം കൂടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം നിശ്ചയിച്ചിരുന്നത് മെയ് 29-നായിരുന്നു ഈ ദൗത്യത്തിൻ്റെ ലിഫ്റ്റ് ഓഫ്, അതിൻ്റെ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. 25-ാം തീയതി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് 1 മാസക്കാലത്തോളമായി ഈ 4 യാത്രികരും അവരുടെ ക്വാറന്റൈനിലായിരുന്നു. 25-ാം തീയതി മെയ് 25-ന് ആദ്യം ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നു. 29-ാം തീയതി ഈ ദൗത്യത്തിൻ്റെ ലിഫ്റ്റ് ഓഫ് വിക്ഷേപണം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അന്ന് തുടർന്ന് ഇങ്ങോട്ടേക്ക് ഏതാണ്ട് ജൂൺ 10-11 വരെയുള്ള തീയതികളിൽ കാലാവസ്ഥയിലെ പ്രശ്നങ്ങളാണ് തടസ്സമായി നിന്നത്. പിന്നീട് ജൂൺ 11-ന് വീണ്ടും ഒരു വിക്ഷേപണത്തിനുള്ള ശ്രമം. അന്ന് ഫാൽക്കൺ റോക്കറ്റിലെ ദ്രവ ഓക്സിജൻ്റെ ലീക്കേജ് ആയിരുന്നു പ്രശ്നം. അത് കഴിഞ്ഞ് 13-ാം തീയതി ഒരു തീയതി നിശ്ചയിക്കുന്നു. ആ സമയത്ത് റഷ്യൻ, ഇപ്പോൾ നമ്മൾ കണ്ട ഹാർമണി മൊഡ്യൂളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഈ ക്രൂ ഡ്രാഗൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഡോക്ക് ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ റഷ്യയുടെ സ്വസ്ത മൊഡ്യൂളിലുള്ള മർദ്ദ വ്യതിയാനം, അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം, ബഹിരാകാശ നിലയത്തിലെ പ്രശ്നങ്ങൾ കാരണം ആ യാത്ര മാറ്റിവെക്കുന്നു. 19, 22 അങ്ങനെ പല ദിവസങ്ങളിൽ ഈ പ്ലാൻ ചെയ്യുകയും പിന്നീട് ഇത് മുന്നോട്ട് നീണ്ടുപോവുകയും അനിശ്ചിതമായി നീണ്ടുപോവുകയും ചെയ്യുന്നു. ISRO ചെയർമാൻ അടക്കം ഫ്ലോറിഡയിൽ ഉണ്ടായിരുന്നു, അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. പിന്നീട് അവർ ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ 25 എന്നൊരു തീയതിയിലേക്ക് വരുന്നതും. ഇന്നലെ വളരെ വിജയകരമായി ഈ വിക്ഷേപണം നടക്കുകയും ചെയ്തു. വിക്ഷേപണത്തിന് ശേഷം ആ റോക്കറ്റിൻ്റെ, നമ്മൾക്കറിയാം ഫാൽക്കൺ 9 റോക്കറ്റുകളുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഫാൽക്കൺ സീരീസിൽ ഈ സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ റോക്കറ്റുകൾ ബഹിരാകാശ ദൗത്യങ്ങളിൽ വലിയ ചിലവ് കുറച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും ചിലവേറിയ ഭാഗങ്ങൾ പുനരുപയോഗിക്കാനാവുന്ന തരത്തിൽ തിരിച്ച് എത്തുന്നു. കത്തിത്തീരുകയല്ല, ആ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ തിരികെ എത്തുകയാണ്. ഈ പേടകത്തെ കൊണ്ടുപോകുന്ന വാഹനം, ഈ സ്പേസ് വെഹിക്കിളിൻ്റെ ഒരു ഭാഗങ്ങൾ തിരികെ എത്തുകയാണ്. അത് ഇന്നലെ തന്നെ ആ വിക്ഷേപണം നടന്ന ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ കൃത്യമായി നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഈ ഫാൽക്കൺ 9 റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ തിരികെ ഇറങ്ങുന്നു കണ്ടു. സ്വാഭാവികമായും മുമ്പ് അനുജ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഈ യാത്രകൾ വളരെ ഒരു പിക്നിക് പോലെ, ഒരു വളരെ ട്രിപ്പ് മൂഡിലൊക്കെ ഇവർ പോകുന്നു. അവരുടെ സംസാരം മുമ്പ് വളരെ നമ്മൾ അങ്ങേയറ്റം ആശങ്കയോടുകൂടിയോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗത്തോടുകൂടിയോ കണ്ടിരുന്ന സമയത്ത് ഇന്ന് ഈ കഴിഞ്ഞ ഈ ആക്സിയം 4 ദൗത്യത്തിലുള്ള യാത്രികരുടെയൊക്കെ പ്രതികരണങ്ങൾ, അവർ ബഹിരാകാശത്ത് ജോയി എന്ന ആ പാവയോത്ത് സ്വാൻ, അതിനൊപ്പം അതിനെപ്പറ്റി പറയുന്നു. ശുഭാംശു ശുക്ല അടക്കം ഇന്ത്യൻ മിത്തോളജിയിൽ ഈ സ്വാനിനുള്ള പ്രത്യേകത എന്താണ്, എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു. ഒപ്പം ആ മൊഡ്യൂളിന് തന്നെ അവർ ഗ്രേസ് എന്ന് പേരിട്ട് വിളിക്കുന്നു. അങ്ങനെ കാരണം കുറേ ദിവസങ്ങളായി അവർ ഇടപഴകുന്ന ഒരു സ്പേസാണത്, ഒരു ഇടമാണത്. അതിനെ അവരങ്ങനെ ഗ്രേസ് എന്ന് പേരിട്ട് വിളിക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ ഒരു കുട്ടിത്തം നിറയുന്ന കുറേ കാര്യങ്ങൾ ഈ യാത്രയിൽ, അല്ലെങ്കിൽ ഈ യാത്രികരുടെ ഭാഗത്തു നിന്ന് അവരുടെ പ്രതികളൊക്കെ ഉള്ള ഒരു കുട്ടികളെ പോലെ അവർ പ്രതികരിച്ചതും അത് തന്നെയാണ്. ഈ വാക്വം സ്പേസിലേക്ക്, സീറോ ഗ്രാവിറ്റി, മൈക്രോ ഗ്രാവിറ്റിയിലേക്കൊക്കെ എത്തുമ്പോൾ കുട്ടികളെ പോലെ ഞങ്ങൾ ചലിക്കുന്നു എന്നതാണ് അവരുടെ പ്രതികരണം വന്നത്. അങ്ങനെ വളരെ കൗതുകമുള്ള കാഴ്ചകളാണ് വരുന്നത്. ഈ കൗതുകത്തിനൊക്കെ അപ്പുറത്തേക്ക്, നമ്മളുടെ കാഴ്ചകളിൽ കൗതുകത്തിനപ്പുറത്തേക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൈക്രോ ഗ്രാവിറ്റിയിലുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും അവിടെ നടത്തുന്ന പര്യവേഷണങ്ങളുമാണ് ഇനി മുന്നോട്ടുള്ളത്. നിശ്ചയിച്ചിരിക്കുന്ന 14 ദിവസമാണെങ്കിൽ ഇനിയുള്ള മുന്നിലുള്ള 12 ദിവസം, ആ 12 ദിവസത്തിൽ ഇവർ നടത്തുന്ന പര്യവേഷണങ്ങൾ, അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അറിവുകൾ ഇനി വരുന്ന ഇന്ത്യയുടെ ദൗത്യങ്ങൾക്ക് ഉറപ്പായും
വലിയ മുതൽക്കൂട്ടാവും. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെയുമായ പരീക്ഷണങ്ങളുണ്ട്. 60 പരീക്ഷണങ്ങളാണ് മൊത്തത്തിൽ ഇപ്പോൾ ഇവർക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അതിൽ 7 എണ്ണമാണ് ഇന്ത്യയുടേത്. ഏതായാലും ആ പര്യവേഷണങ്ങൾ ഇന്ത്യയുടെ ഭാവി ദൗത്യങ്ങൾക്ക് ദിശാസൂചികയായി മാറും. ശരി, ഡോക്കിംഗ് വിജയകരമായിരിക്കുന്നു. ഇപ്പോൾ മർദ്ദം ക്രമീകരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ മറ്റ് നടപടികൾ ഉണ്ടാകും. അതിൻ്റെ സാങ്കേതികമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ഒപ്പം യാത്രികരുടെ ആരോഗ്യ പരിശോധന, അതിനെല്ലാം ശേഷം അവർ പുറത്തേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും. 1-2 മണിക്കൂറുകൾക്ക് ശേഷമാകും അതുണ്ടാകുക. അതിനുള്ള സാധ്യതയാണുള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തിരികെ സ്പെഷ്യൽ ഷോയിലേക്ക് നമ്മൾ എത്തുകയാണ്. നമുക്കൊപ്പം അതിഥികളുണ്ട്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ശ്രീ ദിലീപ് മലയാലപ്പുഴ എന്നിവരാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ആക്സിയം 4 ദൗത്യം, അതിൻ്റെ ആദ്യഘട്ടം, ഡോക്കിങ്ങിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ അവർക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ വിത്തുകളുടെ കാര്യം പറയുമ്പോൾ IIST, തിരുവനന്തപുരത്തെ IISTയും ഉണ്ട് ഇതിൻ്റെ ഭാഗമായി. അതിൽ അവിടുത്തെ ഒരു ഗവേഷക പറയുന്നുണ്ടായിരുന്നു, ഒരു പേടകം തയ്യാറാക്കുക എന്നുള്ളത്, കേടാകാതെ ഈ വിത്തുകൾ സൂക്ഷിക്കുന്നതിനുള്ള പേടകം തയ്യാറാക്കുക എന്നുള്ളതൊക്കെ വലിയ വെല്ലുവിളിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ഈ പരീക്ഷണങ്ങളൊക്കെ തത്സമയം അവിടെ വീക്ഷിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തരത്തിലേക്കൊക്കെ ഇതൊക്കെ വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരീക്ഷണത്തിനായി കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പരീക്ഷണവും വെല്ലുവിളിയുമാണ് അല്ലേ? തീർച്ചയായിട്ടും കുറച്ച് കാലതാമസം എടുത്തു. കാരണം ഷക്സിൻ്റെ യാത്ര തന്നെ കുറച്ച് ലേറ്റായല്ലോ. അപ്പോൾ ഇതൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അതിൻ്റെ അതൊക്കെ ചീത്തയാകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതോ പണ്ട് കൊണ്ടുപോയത് തന്നെയാണോ ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്ന് ഉറപ്പായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഈ കാലതാമസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം, പൊതുവേ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ബഫറോട് കൂടി തന്നെയാണ് അവർ ചെയ്യുക. കാരണം ചെറിയ ചേഞ്ച് പോലും വലുതായി ബാധിക്കാൻ വലിയ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്പേസ് ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ചെറിയൊരു വെൽഡിങ്ങിൻ്റെ ഭാഗം വിട്ട് പോയത് ആ ഓക്സിജനിലേക്ക് ഉണ്ടായിട്ട് അത് രണ്ടാമത് അത് അടച്ചിട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ്, ഇസ്രോക്കാർ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇതിനൊരു അവരുടേതായിട്ടുള്ള അനുമതി കൊടുത്തത്. അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ തിരുവനന്തപുരം എന്ന് പറയുന്ന, നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്ക് സ്പേസ് അത്ര പുത്തരിയൊന്നുമല്ല. കാരണം നമ്മൾ ധാരാളം, ഈവൻ ചന്ദ്രയാൻ പോലും ചന്ദ്രയാൻ്റെ പല ഭാഗങ്ങളും നമ്മുടെ VSSയിൽ നിർമ്മിച്ചതാണ്, പല ലാബുകളിലും നിർമ്മിച്ചതാണ്. അപ്പോൾ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു തീർച്ചയായിട്ടും പുതുമയാണ്. പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരൻ അത് കൊണ്ടുപോകുന്നു, അവിടെ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത്. മൈക്രോഗ്രാവിറ്റിയിലെ പരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു എക്കോണമിയുടെ ഭാഗമായിട്ട് അവിടെയുള്ള പ്രൊഡക്ഷൻസ്, ഭൂമിയിലും സ്പേസിലുമുള്ള പ്രൊഡക്ഷൻസ്, നിയർ എർത്ത് ഓർബിറ്റിൽ നടത്തുന്ന, ലോ എർത്ത് ഓർബിറ്റിൽ നടത്തുന്ന പ്രൊഡക്ഷൻ ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇനി അടുത്ത ഘട്ടങ്ങളായിട്ട്. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു സ്വകാര്യ സ്ഥാപനമല്ല, കമേഴ്ഷ്യൽ സ്ഥാപനമുണ്ട്. ഇപ്പോൾ ന്യൂ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമേഴ്ഷ്യൽ വിങ് ഉണ്ട് നമുക്ക് ഇസ്രോയ്ക്ക്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഈ ഉപഗ്രഹ വിക്ഷേപണം മാത്രമല്ല, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും, ഇപ്പോൾ പ്രൊഡക്ഷനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. മാനവരാശിയുടെ ഉന്നമനം ആണ് നമ്മുടെ ശരിക്കും സ്പേസ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട മോട്ടോ ആയിരിക്കേണ്ടത്. മാനവരാശിയുടെ ഉന്നമനമായിരിക്കണം. സമ്പദ് വ്യവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ, സ്വകാര്യ സംരംഭകരുണ്ടാകട്ടെ, എന്നാലേ ഗവൺമെൻറ് പങ്കാളിത്തവും സ്വകാര്യ പങ്കാളിത്തവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമ്പദ് വ്യവസ്ഥ വളരുകയുള്ളൂ. ഇപ്പോൾ ക്രൂ ഡ്രാഗൺ പ്രോഗ്രാം തന്നെ ഗവൺമെൻറ്റും സ്വകാര്യ സംരംഭകരും ചേർന്നിട്ടാണ് നടത്തുന്നത്. അങ്ങനെ സാധ്യമാകത്തുള്ളൂ. അത്തരത്തിലുള്ള കൊളാബറേഷൻ ഇനി ഭാവിയിൽ ഒരുപാട് വേണ്ടി വരും. കാരണം ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൊളാബറേഷൻസ് വേണ്ടി വരും. നമ്മുടെ ഇസ്രോയുടെ ദൗത്യങ്ങൾ തന്നെ കൊളാബറേഷനിലാണ് പോകുന്നത്. ഓസ്ട്രേലിയയിലും നാസയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകൾ അതിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ പല വിക്ഷേപണങ്ങളും കൃത്യമായ സ്ഥലത്ത് എത്തിയോ, അല്ലെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പരാധീനതകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നമുക്ക് വിവരങ്ങൾ തരുന്നത്. ചന്ദ്രയാൻ്റെ കാര്യത്തിലും അവരുടെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൊളാബറേഷൻ തീർച്ചയായിട്ടും വേണം. ഇനി ഭാവിയിൽ ആ കൊളാബറേഷൻ്റെ കാലമാണ് വരുന്നത്. സ്പേസ് ടെക്നോളജിയിൽ കൊളാബറേഷൻ ഏറെ പ്രധാനപ്പെട്ടതാണ്. ലോ എർത്ത് ഓർബിറ്റ് എക്കോണമിയിൽ ഈ കൊളാബറേഷനാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. എല്ലാ രാജ്യങ്ങളും സ്പേസ് സ്റ്റേഷൻ അയക്കേണ്ട കാര്യമില്ല. പ്രമുഖമായിട്ടുള്ള രാജ്യങ്ങൾ കുറച്ച് പേര് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള സ്പേസ് സ്റ്റേഷനുകൾ സാധ്യമാക്കി കഴിഞ്ഞാൽ മാനവരാശിക്ക് അത് പ്രയോജനപ്പെടും, ശാസ്ത്രത്തിന് പ്രയോജനപ്പെടും. ശാസ്ത്രം മാനവരാശിക്ക് വേണ്ടിയുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ മറ്റു കാര്യങ്ങളിലെല്ലാം എല്ലാവരും സംയമനം പാലിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യത്തിൽ. ഭൂമിയിൽ എന്തായാലും ഇത്രത്തോളം നേരത്തെ പോസിറ്റീവായിട്ട് കാണണം എന്നോട് അഭിപ്രായപ്പെട്ടത് കൊണ്ട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ പോലെ ഇവിടെ സംയമനം, ഇവിടെയും അവിടെയും ഒക്കെ നമുക്ക് സംയമനം പാലിച്ചുകൊണ്ട്
സാഹോദര്യത്തോടു കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സ്പേസ്. കാരണം അത് വളരെ കുഴപ്പം പിടിച്ച ഒരു സ്ഥലമാണ് സ്പേസ്. അത് നമുക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ സൂക്ഷ്മമായിട്ട് തന്നെ നമുക്കത് കൈകാര്യം ചെയ്തുകൊണ്ട് മാനവരാശിയുടെ ഉന്നമനത്തിനായിട്ട് ശ്രമിക്കണം. ഭാവിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഇതിലേക്ക് കടന്നു വരുന്ന കുട്ടികളും ഒക്കെ അതിനുവേണ്ടിയാണ് തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടത്. ഗഗൻയാൻ ദൗത്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അടുത്ത ഒരു ഇന്ത്യയുടെ കമേഴ്ഷ്യൽ വ്യാവസായികമായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നേറ്റത്തിനും അതുമാത്രമല്ല ലോയർ എർത്ത് ഓർബിറ്റ് എക്കോണമിയിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ്പിനും അത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ത്യയുടെ ആദ്യ വാണിജ്യ പദ്ധതി, ബഹിരാകാശ പദ്ധതി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. 700 കോടി ചെലവുള്ള ബൃഹത് പദ്ധതിയാണിത്. അതിനുള്ള ലക്ഷ്യമിടുന്നത് വലിയ പരീക്ഷണങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ്. ഗഗൻയാനിന്റെ റിഹേഴ്സൽ എന്ന തരത്തിലേക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഒപ്പം തന്നെ ഭാരതത്തിന്റെ സ്വന്തം ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിലേക്കും ഒക്കെ ഈ പരീക്ഷണം കടന്നു ചെല്ലട്ടെ എന്നുള്ളതാണ്. വിത്തുകളുമായി ബന്ധപ്പെട്ട, ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ ആക്സിയം 4 ദൗത്യത്തിലൂടെ നമുക്ക് നേട്ടത്തിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഡോക്കിംഗ് ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അതിൻ്റെ കൂടുതൽ നടപടികളാണ് നടക്കാനുള്ളത്. വളരെ നന്ദി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ശ്രീ ദിലീപ് മലയാലപ്പുഴ നമുക്കൊപ്പം ചേർന്ന് വളരെ ലളിതമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയതിന്. നമ്മുടെ സ്പെഷ്യൽ ഷോ ഇവിടെ അവസാനിക്കുകയാണ്.